ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ കഴിഞ്ഞ സന്ധ്യകളിലൊക്കെ ഉത്തിഷ്ഠ ഭാരത എന്നുള്ള ഒരു ശീർഷകത്തിലാണ് നമ്മൾ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അറിവിൽ രമിക്കുന്ന, അറിവിൽ രമിപ്പിക്കുന്ന ഭാരതം, ഭാരതൻ. അതുകൊണ്ട് തന്നെ മൊത്തം ലോകത്തിന് അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്ത് ജഗദ്ഗുരു പദവിയിൽ വിരാജിച്ച സംസ്കൃതി, അഥവാ വിരാജിക്കേണ്ടുന്ന സംസ്കൃതി, അതിനും കാരണഭൂതമായി നമ്മൾ ശ്രദ്ധിച്ചു. ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ലാതെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സംബന്ധിക്കുന്ന സമഗ്രമായ ശാസ്ത്രസമ്പത്ത്, അതിൻ്റെ പിന്മുറക്കാരാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ ജഗദ്ഗുരു പദവിയിൽ വിരാജിക്കാൻ സാധിക്കുന്നത്. വേദത്തിൽ അധിഷ്ഠിതമായ, ഇതിഹാസ പുരാണങ്ങളിലൂടെ വിശദീകൃതമാകുന്ന, വീണ്ടും ഇതര ധർമ്മശാസ്ത്രങ്ങളിലൂടെ വിശദീകൃതമാകുന്ന അനേകം ഋഷീശ്വരന്മാരുടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളടങ്ങുന്ന വിദ്യാസ്ഥാനങ്ങൾ അവയാൽ അത്യന്തം പ്രകാശപൂർണമായി നിലനിന്ന ഒരു രാഷ്ട്രം, സംസ്കൃതി. അതിൻ്റെ ദൗത്യമാണ് ലോകത്തിനെ ശ്രേഷ്ഠമാക്കുക എന്നത്. സ്വയം ശ്രേഷ്ഠതയെ നിലനിർത്തിയാലേ, സ്വയം ശ്രേഷ്ഠതയിലേക്ക് ഉയർന്നാലേ ലോകത്തെ ശ്രേഷ്ഠമാക്കാൻ കഴിയൂ. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇവിടെ നമ്മൾ കാണുന്നു, വൈജ്ഞാനിക മേഖലയിൽ ഇന്ന മേഖല എന്ന് തരംതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മേഖലകളിലും തന്നെ അങ്ങേയറ്റം വികസിതമായ ശാസ്ത്രസമ്പത്തിൻ്റെ ഉടമസ്ഥന്മാരായതുകൊണ്ട് ഭൗതികമായും വളരെ ഉയർന്ന ഒരു പരിസ്ഥിതി, ജീവിത സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. എത്രമാത്രം ഉയർന്ന സാഹചര്യം എന്നുള്ളത് ഭാരതത്തിൻ്റെ
അനാദിയായ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയെ കണ്ടെത്താൻ പോയ കൊളംബസ് അമേരിക്കയിലെത്തിപ്പെട്ട് താൻ എത്തിപ്പെട്ട പ്രദേശം ഇന്ത്യയാണെന്ന് തന്നെ അല്പമൊക്കെ കാലം വിചാരിച്ചു. താൻ എത്തിപ്പെട്ടത് ഇന്ത്യയല്ല. ഈ തിരിച്ചറിവിന് കാരണമായി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വിദ്വത് സഭകളില്ല, ഇവിടെ സുവർണത്താൽ അലങ്കരിക്കപ്പെട്ട കൊട്ടാരങ്ങളില്ല, അതുകൊണ്ട് ഇത് ഇന്ത്യയല്ല, മറ്റേതോ രാജ്യത്താണ് ഞാൻ എത്തിപ്പെട്ടത്, മറ്റേതോ വൻകരയിലാണ്. ഇതത്ര പഴയൊരു ചരിത്രമല്ല. അനാദിയായ ഭാരത ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 500 കൊല്ലം വെച്ചാൽ ചെറിയൊരു കാലമാണ്, വളരെ ചെറിയൊരു കാലം. ആ സമയത്ത് പോലും സമൃദ്ധിയുടെ, ഭൗതിക സമ്പത്തിൻ്റെ, അറിവിൻ്റെ, ഐശ്വര്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഉയർന്ന അവസ്ഥാവിശേഷം ഇവിടെ ശേഷിച്ചിരുന്നു. വൈദിക ശാസ്ത്രങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് എത്രമാത്രം ഐശ്വര്യവും സമ്പന്നപൂർണവുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതെ, ഇവിടെയാണ് വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം നമ്മൾ ചെയ്യുന്നത്, അഥവാ ചെയ്യേണ്ടത്. എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിലാവസിക്കുന്നവർക്ക് കരുത്ത് കുറയും. പ്രതിസന്ധികളേറെ അതിജീവിക്കാനില്ലാത്തപ്പോൾ, പ്രതിരോധങ്ങളേറെ ഇല്ലാത്തപ്പോൾ തഴച്ചു വളരും, പക്ഷേ കരുത്ത് കുറയും. സാധാരണ ചൂണ്ടിക്കാണിക്കാറുള്ള ദൃഷ്ടാന്തമുണ്ട്. വയലിൽ വളരുന്ന ചെടികൾ പെട്ടെന്ന് തഴച്ച് വളർന്ന് വലുതാകും. പക്ഷേ ഒരു കൊച്ചുകുട്ടിയൊന്ന് പിടിച്ച് പൊരിച്ചാൽ മതി, അത് വേരോടെ പൊരിഞ്ഞു പോരും. എന്നാൽ മലയിൽ വളരുന്ന കൊച്ചു പുൽക്കൊടി പോലും അത് പതുക്കെ വളരൂ, എന്നാൽ ആപാരബലമായിരിക്കും. മല കയറുന്ന സമയത്ത് നമുക്ക് പിടിച്ചു കയറാം, ഒരു പുൽക്കൊടിയെ പിടിച്ചു കയറാം, പൊട്ടില്ല, ഉറപ്പാ. ചെങ്കുത്തായ മലവഴികളിലൂടെയൊക്കെ കയറുമ്പോൾ പലപ്പോഴും ആശ്രയം ചെറിയൊരു പുൽക്കൊടിയായിരിക്കും, അത് പൊട്ടില്ലെന്ന് ഉറപ്പാ. അതിനെ മുരട് കേടി പിടിച്ചാൽ മതി, പൊട്ടില്ല. കാരണം അത് പ്രതിസന്ധികളെ അതിജീവിച്ച് വളരുകയാണ്, അനേക വിപരീത പ്രതിരോധങ്ങളിൽ വളരുകയാണ്. വളർച്ച പതുക്കെയായിരിക്കും, പക്ഷേ കരുത്ത്, അതെ, അത് പ്രബലമായിരിക്കും. ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയം സമഗ്രമായൊരു ശാസ്ത്ര സമ്പത്തിൻ്റെ പിന്മുറക്കാരായതുകൊണ്ട് ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിലും ഐശ്വര്യപൂർണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വയലിൽ വളരുന്ന ചെടികളെ പോലെയായി നമ്മൾ. ശക്തി കുറഞ്ഞു, ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായി തീർന്നു. അറിവുള്ളവർക്ക് ദൗർബല്യം വരുമ്പോൾ പലപ്പോഴും ആ ദൗർബല്യത്തെ മറച്ചു വയ്ക്കാനുള്ള പല വാദമുഖങ്ങളെയും നിരത്താൻ കഴിയും. അറിവില്ലാത്തവന് ദൗർബല്യം വന്നാൽ അവൻ അംഗീകരിക്കും, ഞാൻ ദുർബലനാണെന്ന്.
അറിവില്ലാത്തവന് ദൗർബല്യം വരുമ്പോൾ അവൻ അംഗീകരിക്കും, ഞാൻ ദുർബലനാണ്. പക്ഷെ അറിവുള്ളവൻ ദുർബലനാകുമ്പോൾ അവൻ ന്യായീകരിക്കും, ഞാൻ ദുർബലനൊന്നുമല്ല. ഇതൊക്കെ ഉദാരമായ ത്യാഗം കൊണ്ട്, ഉദാരമായ അഹിംസ കൊണ്ട്, ഉദാരമായ സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ ബലം കാണിക്കാത്തതാണ്. എന്നിൽ അപാരമായ ബലമുണ്ട്. പണ്ട് കുറുക്കൻ പറഞ്ഞ പോലെ, കുറുക്കൻ മുന്തിരിങ്ങയ്ക്ക് ചാടി എന്നുള്ളത് ശരിയാണ്. 2 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം ചാടി, മനസ്സിലായി അത് കിട്ടില്ല എന്ന്. അപ്പോൾ തിരിച്ചു പോരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എന്താ കുറുക്ക? അത് സ്വാമി, ഞാൻ ചാടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ചാടിയപ്പോഴാണ് മനസ്സിലായത്, ഈ മുന്തിരിങ്ങ എന്നുള്ളത് അണ്ണാറക്കണ്ണന്മാർക്കും പക്ഷികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. നമുക്ക് വല്ല ഞണ്ടോ മത്സ്യമോ കോഴിയിറച്ചിയോ അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. ഈ തിരിച്ചറിവ് എനിക്ക് വന്നു. ഈ തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ മടങ്ങി വന്നതാ. സത്യത്തിൽ അതല്ല, സത്യത്തിൽ അത് കിട്ടാത്തതാ. ഇതാണ് അറിവുള്ളവൻ്റെ കുഴപ്പം. അറിവുള്ളവൻ ദുർബലനാകുമ്പോൾ അവൻ ദൗർബല്യത്തെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഉദാത്തമായ ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അഹിംസയുടെ ഒക്കെ ഉദാരമായ മുഖംമൂടികളെ സ്വയം അണിയിക്കും. അവൻ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, ഏത് വിഷയത്തിലോ ആവട്ടെ, ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ സ്വയം മനസാക്ഷിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ന്യായീകരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ന്യായീകരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ന്യായീകരിക്കുന്നത് നിസ്സംശയം പറയാം സ്വയം ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. തൻ്റെ നിലപാടുകൾ ശരിയല്ല എന്ന് സ്വയം അറിയും. ആ സ്വയം അറിയുന്ന മനസ്സാക്ഷിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യായീകരണങ്ങൾ അഖിലവും ചെയ്യുന്നത്. പക്ഷെ ഇത് പറയുക മറ്റൊരാളെ ബോധിപ്പിക്കുന്ന വിധത്തിലായിരിക്കുമെന്ന് മാത്രം ശ്രദ്ധിക്കുക. ഈ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. അപ്പോൾ അറിവുള്ളവന് കരുത്തില്ലായ്മ വന്നാൽ ആ കരുത്തില്ലായ്മയെ മറച്ചു വയ്ക്കുകയും അതിനെ ഉദാരതയുടെ മുഖംമൂടി അണിയിച്ച് അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് ലോകസാധാരണമാണ്, ഇത് സർവ്വസാധാരണമാണ്. ഇത് തന്നെ നമുക്കും സംഭവിച്ചു. നമ്മുടെ കരുത്തില്ലായ്മയെ നമ്മൾ ഉദാരതയുടെ മുഖംമൂടി അണിയിച്ചു. ഏതുപോലെ എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ ആരംഭഭാഗത്ത് കാണുന്ന അർജുനനെ പോലെ, ശ്രീമദ് ഭഗവത്ഗീതയിലെ ആരംഭഭാഗത്ത് കാണുന്ന അർജുനനിലെന്ന പോലെ. അതെ, അയാൾ ഉദാരമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മുഖം മൂടി സ്വയം അണിഞ്ഞവനാണ്, അണിയിച്ചവനാണ്. സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ പോലും ന്യായവാദങ്ങൾ ചെയ്തവനാണ്. അർജുനൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിः പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, കുലത്തെ നശിപ്പിക്കുന്നത് പാപകരമാണെന്ന്, മിത്രജനങ്ങളെ ദ്രോഹിക്കുന്നത് പാപകരമാണെന്ന് അവർക്കറിയില്ല. കാരണം അവർക്ക് വിവരമില്ല. അവരുടെ ബുദ്ധികൾ ലോഭം കൊണ്ട് മറയ്ക്കപ്പെട്ടതാണ്. ലോഭം കൊണ്ട് മറയ്ക്കപ്പെട്ട ബുദ്ധിയാണ്. ലോഭം കൊണ്ട് മറയ്ക്കപ്പെട്ട ബുദ്ധിയായതിനാൽ അവർക്ക് അറിവില്ല, പ്രകാശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെല്ലാം ഉപദ്രവങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ അതൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ്.
പക്ഷെ നമ്മൾ വിവരമുള്ളവരല്ലേ? അപ്പൊ വിവരമുള്ളവരാകുമ്പോൾ ഒക്കെ സഹിക്കുകയല്ലേ വേണ്ടത്? അതാ വിവരത്തിൻ്റെ ഒരു ഗുണം. അതാ വിവരമുള്ളവരെല്ലാം സഹിക്കേണ്ടവരാണ്. മറ്റവൻ എന്ത് ചെയ്താലും സഹിക്കേണ്ടതാണ്. അവൻ തല്ലിയാ കൊള്ളുക. പുതിയ വ്യാഖ്യാനമുണ്ട്. എന്താ? വലത്താ തല്ലണച്ചാൽ ഇടത്ത് കാണിച്ചു കൊടുക്കുക, ഇടത്താ തല്ലണച്ചാലോ വലവും കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇടം വലം തല്ലുകൊണ്ടോളുക. അതാണ് വിവരമുള്ളവൻ്റെ ലക്ഷണം. എവനത് കാണിക്കുമെന്നറിയുന്നത് കൊണ്ട് മറ്റൊന്ന് തല്ലാൻ തന്നെ തയ്യാറായി നിൽക്കുക. ഇടത്തും വല്ലത്തും കൊടുക്കാൻ വാങ്ങാൻ വിവരമുള്ളവനും. അതല്ലേ വേണ്ടത്? കാരണം അവർ വിവരമില്ലാത്തവരാണ് കേശവ. നമ്മൾ വിവരമുള്ളവരല്ലേ? വലിയ വിവരമുള്ളവർ, ചെറിയ വിവരമല്ല. ഈ അർജുനൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആവേശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മുടെ ഉള്ളിൽ ഈ അർജുനൻ കയറി ഇരിക്കുന്നുണ്ടോ നോക്കുക. ഈ അർജുനനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ ക്ഷയമാണ്, നാശമാണ്, പരാജയമാണ്. വളരെ ശ്രദ്ധിക്കുക. ഏതൊരു സമൂഹ ശരീരത്തിലേക്ക് ഈ അർജുനൻ ഗ്രസിച്ചു കയറുന്നുണ്ടോ ആ സമൂഹം അധപതിക്കും. ഒരിക്കലും അത് മഹത്വത്തിലേക്ക് ഉയരില്ല. ദുർബലതയെ മഹത്വപൂർണമായ ആവരണത്തെ അണിയിക്കുന്നവൻ. ആ ആവരണം ജ്ഞാനിയുടെ ആവരണം മാത്രമൊന്നുമല്ല. വലിയ തിരിച്ചറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മുഖം മൂടി അണിയിക്കും. അതും നമ്മൾ അർജുനനിൽ കാണുന്നുണ്ട്. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗസുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ഹേ കൃഷ്ണ, ആർക്ക് വേണ്ടിയാണോ നമ്മൾ സുഖത്തെയും ധനത്തെയും ജീവിതത്തെ തന്നെയും ആഗ്രഹിക്കുന്നത്, അവരാണ് എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്, വിജയം ആഗ്രഹിക്കുന്നത്, ധനം ആഗ്രഹിക്കുന്നത്, രാജ്യം ആഗ്രഹിക്കുന്നത് ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? അവരായി ഇവിടെ നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് വലിയ കുഴപ്പമാണ്. ഇവിടെ ദുർബലതയല്ല കുഴപ്പം, അറിവുള്ളവന് സംഭവിക്കുന്ന ദുർബലതയാണ്. അറിവില്ലാത്തവൻ അംഗീകരിക്കും ഞാൻ ദുർബലനാണ്. മറ്റവൻ ദുർബലതയെ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, അതിന് ഉദാത്തമായി പറഞ്ഞ പോലെയൊക്കെ മുഖം മൂടി അണിയിച്ച് കാണിക്കും. ഗീതയിൽ നമുക്ക് കാണാം അർജുനൻ്റെ ഈ മുഖം മൂടിയെ പിച്ച് ചീന്തുന്ന ഭഗവാൻ. അർജുനൻ തൻ്റെ കർമ്മോപാധികൾ താഴെ വെച്ചവനാണ്. രഥത്തട്ടിൽ അമ്പും വില്ലും ഉപേക്ഷിച്ച് പ്രതികാരബുദ്ധിയില്ലാത്തവനാണ് താനെന്നും ആയുധമെടുക്കില്ലെന്നും പ്രതിജ്ഞ ചെയ്തവനാണ്. ആ പ്രതിജ്ഞ ചെയ്ത അർജുനൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ പ്രതിജ്ഞ ചെയ്തിരുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല, ഭഗവാൻ പറയുമായിരുന്നു, അർജുന, നിൻ്റെ തീരുമാനം വളരെ യുക്തമാണ്, അതുകൊണ്ട് നീ പോയി സന്യസിച്ചോളൂ, നിനക്ക് സ്വത്തിലും രാജ്യത്തിലും ഒന്നും താല്പര്യമില്ലല്ലോ, നീ പോയിക്കോളൂ, ബാക്കി നിൻ്റെ ശേഷിക്കുന്ന 4 പേരും ഞാനും എല്ലാം കൂടി ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം, നീ സന്യസിച്ച് പോയിക്കോളൂ. വേണമെങ്കിലൊരു സന്യാസത്തിന് പോകുന്ന നിനക്കൊരു യാത്രായയപ്പ് അതുകൂടി ഭഗവാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ അർജുനൻ അത് പറഞ്ഞത് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ്. കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണ, അതിനേക്കാൾ കൂടുതൽ ഉദ്വിഗ്നമാനസ. വ്യാസൻ വരച്ച് വെക്കുന്നുണ്ട് അർജുനൻ്റെ ചിത്രം. ഉദ്വിഗ്നമാനസനാണ്, തുളയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവൻ. അശ്രുപൂർണാകുലേക്ഷണ,
കണ്ണുനീരുകൊണ്ട് നിറഞ്ഞ ആകുലമായ കണ്ണുകളോടുകൂടിയവൻ. ധാരയായി ഒഴുകുന്ന കണ്ണുനീരല്ല, അങ്ങനെ കുറച്ചൊരു സമാധാന അതില്ല. അതങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒന്ന് ഒഴുകിയാൽ മതിയായിരുന്നു, ഇല്ല, നിറഞ്ഞു നിൽക്കുക. കലങ്ങിയ കണ്ണുകൾ. സർവോപരി കൃപയാവിഷ്ട, കൃപയാ ആവിഷ്ട ന കൃപാസ്വരൂപ. കൃപാസ്വരൂപനല്ല അർജുനൻ, കൃപ അർജുനൻ്റെ സ്വരൂപമല്ല. കൃപ അർജുനിലേക്ക് ആവേശിച്ചതാ. എന്താവേശിച്ചു അതൊക്കെ പോവും. ഈ ആവേശങ്ങൾ, പല ജാതി ആവേശങ്ങളുണ്ട്. നാട്ടിൽ തന്നെ നമ്മൾ പല ആവേശവും കേൾക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ആവേശം, വെള്ളിയാഴ്ച ആവേശം, ഉച്ചവരെ ആവേശം, ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് തമാശയല്ല. ചൊവ്വാഴ്ച ദൈവം എന്താണ്? ദേവി ആവേശിക്കും, പിന്നെ പറഞ്ഞൊക്കെ ദൈവമാണ്. പിന്നെ വെള്ളിയാഴ്ച ആവേശം, അത് പറഞ്ഞൊക്കെ ദൈവം പറയണതാ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ രാമകൃഷ്ണൻ ഗോവിന്ദൻ, പേരെന്താണെന്ന് വെച്ചാൽ അത് തന്നെ. ഇനി പിന്നെ ചില ഇതിനേക്കാൾ ബുദ്ധിമാന്മാരുണ്ട്. അവർ ചില സമയത്ത് ആവേശം, ഉച്ചവരെ ദൈവം, ഉച്ചവരെ ദൈവാവേശം, ഉച്ച കഴിഞ്ഞാൽ പിന്നെ സാധാരണ മനുഷ്യൻ. ഇതൊക്കെ ആവേശങ്ങളാണ്. എന്താവേശിച്ചോ അതൊക്കെ പോവും. നമ്മുടെ അടുത്ത് ഒരാൾ വന്നിരുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. നമ്മൾ പല പല സ്ഥലത്തും പറഞ്ഞു മടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇയാൾ വേദാന്ത ക്ലാസ്സിന് വന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ആശ്രമത്തിൽ വേദാന്ത ക്ലാസ്. ആർക്ക് വേണമെങ്കിൽ വരാം, പ്രത്യേകിച്ചൊരു പരിമിതിയുമില്ല. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ ഇയാൾ ക്ലാസ്സിന് വന്നു. ക്ലാസ്സെല്ലാം കഴിഞ്ഞ ശേഷവും അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. അയാൾ പറഞ്ഞു, സ്വാമി, ഞാൻ എല്ലാ മാസവും ക്ലാസ്സിന് വരണം എന്ന് വിചാരിക്കുക. നമ്മൾ പറയാം, എന്താ വന്നാൽ വന്നോളൂ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിരിക്കട്ടെ, നിങ്ങളെന്താ പ്രത്യേകിച്ച് പറയുന്നേ? അപ്പോഴദ്ദേഹം പറഞ്ഞു, സ്വാമി, എനിക്ക് ദർശനം ഉണ്ടാവാറുണ്ട്. ദർശനം മനസ്സിലായില്ല? ദർശനം എനിക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ ദർശിക്കുന്നുവല്ലോ, നിങ്ങൾ എന്നെ ദർശിക്കുന്നുവല്ലോ. അങ്ങനെയല്ല, ഈ ദേവി എൻ്റെ ഉള്ളിലേക്ക് വരും. ഓ, എപ്പോഴാ? ചൊവ്വ, വെള്ളി. അപ്പം ഞാൻ പല കാര്യങ്ങളും പറയും. കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരും. പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പല നാടുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയണതൊക്കെ ശരിയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ അങ്ങെന്തിനാ ഈ ക്ലാസ്സിന്, വേദാന്ത ക്ലാസ്സിന് വരുന്നേ? അത് സ്വാമി, ഞാൻ ഈ പറയണതൊക്കെ ശരിയാണെങ്കിലും എൻ്റെ ഭാഷ അത്ര ഒരു സംസ്കൃത ഭാഷയല്ല, ഒരു നാടൻ ഭാഷയാണ്. അപ്പോൾ ഈ വേദാന്ത ക്ലാസ്സിനൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ ക്ലാസ്സൊക്കെ കേട്ടാൽ ഭാഷയൊന്ന് നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ വരരുത്. നിങ്ങൾ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഭാഷ നേരെയാക്കാൻ വേദാന്ത ക്ലാസ്സിന് വരരുത്. കാരണം വേദാന്തം കുറച്ച് കേട്ട് കഴിഞ്ഞാൽ മറ്റേ ആൾ പോവും, ദൈവം പോവും, ദൈവം പിന്നെ ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം കൊണ്ട് പറഞ്ഞു തരികയാണ്, വഞ്ചിക്കാനാണെന്നൊന്നും വിചാരിക്കരുത്, സ്നേഹം കൊണ്ട് പറയുകയാണ്, നല്ലോണം പൈസ ഉണ്ടാക്കുക. കാരണം ഇത് പൂർവ്വജന്മത്തിൽ നിങ്ങൾ ചെയ്ത ചില സാധനകളുടെ ഫലമായിട്ടുള്ള സിദ്ധിയാണ്. ഇതെല്ലാ കാലവും നിലനിൽക്കില്ല. ഏറി വന്ന ഒരു 12 കൊല്ലം, വ്യാഴത്തിൻ്റെ ഒരു വട്ടം വരെ, അതാണ് പൊതുവേ കാണുക. കൃത്യമൊന്നും പറയാൻ വയ്യ. അപ്പോൾ ഒരു 12 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ ഈ കഴിവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴത്തേക്ക് പരമാവധി പൈസ ഉണ്ടായിക്കോളൂ. അതാണ് ബുദ്ധി. പറഞ്ഞു കൊടുത്തു. സത്യം പറഞ്ഞാൽ എന്താ, കാലം കുറേ കഴിഞ്ഞു. നമ്മളൊരിക്കൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ പ്രഭാഷണത്തിന് മുമ്പ് അദ്ദേഹം ഓടി വന്ന് വാഹനം അടഞ്ഞു നിർത്തി. നല്ല കയറ് പോലൊരു സ്വർണ്ണമാല, പിന്നെ ഈ കയ്യിൽ വീതിയുള്ളൊരു സാധനമുണ്ട്, വളയല്ല, ഒരു എന്തായാലും പറയാമെന്നൊന്നും അറിയില്ല, അങ്ങനെ ഒരു മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുക. എന്തായാലും ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തൊക്കെയാണ് പറയുക, അത് തന്നെ, അതൊക്കെ ഉണ്ട്. പറഞ്ഞു, സഹോദരിയുടെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞയച്ചു. അമ്മയുടെ പേരിൽ സാമാന്യം നല്ല ഡെപ്പോസിറ്റ് ഉണ്ട്. വീടൊക്കെ നന്നാക്കി. ആദ്യം ഓല മേയുന്ന വീടായിരുന്നു, ഇപ്പോൾ വീടൊക്കെ നല്ല വീടാക്കി. സ്വാമിനെ ഞാൻ മറക്കില്ല ജീവിതത്തിൽ. എന്തേ? ഇപ്പം ദൈവമില്ലേ? ദൈവപ്പല്ല പോയി.
മതി ബുദ്ധിമാൻ, അപ്പോഴത്തേക്ക് പൈസയാക്കി, അതാ വേണ്ടത്. അപ്പം ഇതൊക്കെ ആവേശമാണ്, ആവേശം. 10 മണി വരെ ദൈവം, 10 മണി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ചൊവ്വാഴ്ച ആവേശം, വെള്ളിയാഴ്ച ആവേശം, അങ്ങനെ പല ദിവസവും ഉണ്ട്. ഇതുപോലെ പലതും ആവേശിക്കും നമ്മളിലേക്ക്. ആവേശിച്ചതൊന്നും സ്വരൂപമല്ല, അതൊക്കെ ആവേശമാണ്. കൃപയാവിഷ്ട, കൃപയാ ആവിഷ്ട, കൃപയാൽ ആവേശിക്കപ്പെട്ടവൻ അർജുനൻ, കൃപസ്വരൂപനല്ല. മഹാത്മാക്കളൊക്കെ കൃപാസ്വരൂപന്മാരാണ്, അവരെപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. കൃപാസ്വരൂപൻ എപ്പോഴും കൃപാവാനാണ്. ആവേശിക്കപ്പെട്ടവൻ ആവേശം ഉള്ളപ്പോഴേ ഉണ്ടാവുള്ളൂ, ആവേശം പോയാൽ പോയി. ശ്രദ്ധിക്കാം, വ്യാസഭഗവാന്റെ ഓരോ വാക്കുകളും പ്രയോഗിക്കുന്നതിൻ്റെ ആ ഒരു ചാതുര്യം. അതുകൊണ്ട് അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല, പ്രതികാര ബുദ്ധിയില്ല എന്നൊന്നും പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഭഗവാൻ സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ ഭഗവാൻ പറയുമായിരുന്നു, നീ പോയി സന്യസിച്ചോളൂ, ആയിക്കഴിഞ്ഞു, നിനക്ക് വിരക്തനായില്ലേ, പോയി സന്യസിച്ചോളൂ എന്ന്. ഇല്ല, ഇത് പറഞ്ഞു വന്നത് വിവരമുള്ള ആൾക്ക് ശക്തിഹീനത വന്നാലുണ്ടാവുന്ന കുഴപ്പമാണ്. ഇതാ ഭാരതത്തിന് സംഭവിച്ചത്. നമ്മളൊക്കെ കുറേ ജാടകളെ എടുത്തണിയുന്നവരായി. നമ്മുടെ കഴിവുകേടുകളെ നമ്മൾ അംഗീകരിക്കുള്ളൂ കൊണ്ട്, പക്ഷെ പുറത്താരോടും പറയില്ല. പകരം വലിയ ഉദാത്തമായ അവരാരെന്ത് ഉപദ്രവിച്ചാൽ എന്താ പ്രശ്നം, ഉപദ്രവിക്കണവരൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ്, നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ടവരാണ്. അതാണ് മഹത്വം. അതുകൊണ്ട് വലിയൊരു മന്ത്രത്തെ നമ്മൾ സ്വീകരിച്ചു, വലത്തെ കരണത്ത് അടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണമെന്ന്. അത് നമ്മൾ സ്വീകരിച്ചു. ഇങ്ങനെ ഇട്ടം വലം തല്ലുകൊള്ളുന്നവരായി. കൊള്ളാൻ ആരെങ്കിലും ഉണ്ടായാൽ കൊടുക്കാനൊരു സുഖ. അപ്പോൾ കൊടുക്കേണ്ടവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, കൊള്ളേണ്ടവർ കൊണ്ടുകൊണ്ടിരിക്കും. ഈ ഒരു നെറികെട്ട അർജുനനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യണം. ഈ നെറികെട്ട അർജുനൻ വ്യക്തിയിലും സമൂഹത്തിലും രാഷ്ട്രത്തിൽ മൊത്തവും കുടിയേറിയിട്ട് ദശകങ്ങൾ കുറേയായി, സംശയമില്ല. ഈ അർജുനൻ നമ്മുടെ രാഷ്ട്ര ശരീരത്തിലേക്ക് കുടിയേറിയിട്ട് ഒരുപാട് ദശകങ്ങളായി. ഈ അർജുനനെ നോക്കിയിട്ടാ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, നിന്റെ ശാസ്ത്രഗ്രന്ഥങ്ങളെ ഹിമാലയ ശിഖരം പോലെ അത്യുന്നതമാണ് അവയെങ്കിലും ഉൾക്കൊള്ളാനുള്ള ആഴം കടലുകൾക്കുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നിന്റെ ക്ഷേത്രങ്ങളെയെല്ലാം പൂട്ടിയിട്ടേക്ക്. ഭാരത മാതാവാകട്ടെ നിന്റെ ഉപാസ്യ ദേവത. ഈ ജാഡ്യത്തിലുഴറാതെ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് സ്വാമിജി പറഞ്ഞിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞു. കുറേയൊക്കെ നമുക്ക് ജാഡ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ഈ സ്വഭാവം നമുക്ക് മാറിയിട്ടില്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് കരുത്തോടുകൂടി ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. ആ എഴുന്നേൽക്കാനുള്ള മാർഗം എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചത്. ധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ശാസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചത്. കാരണം ധർമ്മമൂലം വേദമാണെന്നതിനാൽ. ധർമ്മത്തിൽ ആചാരം പ്രധാനമാണ്, പക്ഷേ ആചാരം നിർണയിക്കപ്പെടുന്നത് ശാസ്ത്രത്താലാണ്. ആ ശാസ്ത്രത്താൽ ആചാരം നിർണയിക്കപ്പെടുന്നതാകട്ടെ കേവലം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നും വ്യക്തമായി ഇവിടെ നമ്മൾ ചിന്തിച്ചു. അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറിഞ്ഞാചരിക്കൂ എന്ന്. അപ്പം ഒടുവിൽ നമ്മൾ ചിന്തിച്ചെത്തി ചേർന്ന തലം ശാസ്ത്രസ്വാധ്യായം. ഇതാണ് നമുക്ക് ഉയരാൻ വേണ്ടത്. സ്വാധ്യായത്തിൻ്റെ അഭാവം കൊണ്ടാണ് നമുക്കെല്ലാ കുഴപ്പങ്ങളും സംഭവിക്കുന്നത്. എല്ലാ കുഴപ്പങ്ങളും. ശരിയായ സ്വാധ്യായമുണ്ടെങ്കിൽ ഓരോരുത്തരും എങ്ങനെ കഴിയണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാവും. അവിടെ പ്രത്യേകിച്ചൊന്ന് സൂചിപ്പിക്കട്ടെ, ശരിയായ സ്വാധ്യായത്തിൻ്റെ ഒരു ദിശയുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അക്രമമായി മനസ്സിലാക്കിയാൽ പറ്റില്ല. ഇത് വലിയ കുഴപ്പമാണ്.
ഉദാഹരണത്തിന് ബ്രഹ്മചാരി ചെയ്യേണ്ടത് ചെയ്യാതെ, ബ്രഹ്മചാരി അറിയേണ്ടത് അറിയാതെ, ഗൃഹസ്ഥൻ പാലിക്കേണ്ടത് പാലിക്കാതെ എല്ലാവർക്കും സന്യാസിയുടെ ഉപദേശം കൊടുത്താൽ വലിയ കുഴപ്പമാണ്. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വലിയൊരു സമ്മേളനത്തിന് പോയി. ഭഗവത്ഗീതയെ സംബന്ധിച്ചുള്ള ഒരു കാര്യപരിപാടിയാണ്, ഒരു ഏകദിന പരിപാടി. വളരെ ഉത്സാഹപൂർവ്വം അതിൻ്റെ സംഘാടകർ സജ്ജീകരിച്ചിട്ടുണ്ട്. ശ്രവിക്കാനും വളരെയധികം ആൾക്കാരുണ്ട്. വളരെ ഉത്സാഹപൂർണ്ണമാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹാളിലൂടെ സ്റ്റേജിലേക്ക് പോയത് ഹാളിൻ്റെ നടുവ് കൂടെയല്ല, ഒരു സൈഡിൽ കൂടെയാണ്. ആ ഭാഗത്ത് ചുമരിലൊരു 6 സ്ഥലത്ത് ഈ മനോഹരമായിട്ടുള്ള ചില ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ ഭാഗത്തൂടെ അത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് 6 ബോർഡുകളും എഴുതിയതിൽ 4 പണം എന്തിനാ, പണത്തിൽ താല്പര്യം ഉണ്ടാവരുത്, പണം സമ്പാദിക്കുന്നതല്ല മുഖ്യം, പണമല്ല നമുക്ക് വേണ്ടത് എന്നൊക്കെയാണ്. 6ൽ 4 നമ്മൾ പ്രധാന സംഘാടകനെ തോണ്ടി വിളിച്ചു. അല്ല, ഈ ഹാള് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ? അല്ല സ്വാമി, പൈസ കൊടുക്കണം. ലൈറ്റ്, സൗണ്ട് സിസ്റ്റം ഇതൊക്കെ വെറുതെ? അയ്യോ അല്ല, അതിനൊക്കെ പൈസ കൊടുക്കണം. പിന്നെ ഞാൻ കോഴിക്കോട് നിന്നൊക്കെ വരികയല്ലേ, എന്തെങ്കിലും ദക്ഷിണ എനിക്ക് തരില്ലേ? അയ്യോ സ്വാമിക്ക് ഞങ്ങൾ ദക്ഷിണ തരും, ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുക? സ്വാമി നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? സമൂഹത്തുനിന്ന്. ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്ത്? പണം വേണ്ടാന്നോ, പണത്തിൽ താല്പര്യം വേണ്ടാന്നോ? ഇതാണോ വേണ്ടത്? ഇത് നല്ല കളി. ചിദാനന്ദപുരി സ്വാമി പ്രഭാഷണത്തിന് വന്നു. നല്ലൊരു സദസ്സുണ്ട്. ആ സദസ്സിനോട് പറയുകയാണ്, അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. അർത്ഥം അനർത്ഥമാണെന്ന് ദിവസവും അനുസന്ധാനം ചെയ്തോളൂ. എന്താ അനർത്ഥം? അപകടം. ഒരാളെങ്കിലും എഴുന്നേറ്റ് ചോദിക്കണ്ടേ, സ്വാമി സംസ്കൃതം പഠിച്ചിട്ട് വേണ്ടേ സംസ്കൃതത്തിലുള്ള കൃതി വ്യാഖ്യാനിക്കുക എന്ന്? കാരണം അനർത്ഥം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്തെന്ന് ആദ്യം പഠിക്കണ്ടേ. ഏതായാലും ഇത് പഠിപ്പിച്ചു. ചമത്കാരപൂർവ്വമായിട്ടൊക്കെ കുറച്ച് പ്രസംഗിച്ചു. പരിപാടി കഴിഞ്ഞു, സ്വാമി പോകുന്നില്ല, സ്വാമി ചുറ്റിപ്പറ്റി നിൽക്കുക. അപ്പോൾ സംഘാടകർ, എന്താ സ്വാമി, സ്വാമിക്കല്ലേ തിരക്കുണ്ടെന്ന് പറഞ്ഞ്. അതെ, വളരെ തിരക്കുണ്ട്. പിന്നെ എന്താ സ്വാമി പോവാത്തേ? അല്ല ഞാൻ പോട്ടെ. അല്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായാലോ നിൽക്കുന്നേ, എന്താ പോവാത്തേ? അല്ല എന്തല്ല. അവസാനം അറച്ചറച്ച് ചോദിച്ചു, അല്ല ദക്ഷിണൊന്നും ഇല്ലേ? സ്വാമിയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് അർത്ഥം അനർത്ഥം എന്ന്. പിന്നെ സ്വാമിക്ക് എന്തിനാ? അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ, എനിക്ക് പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിക്കുക, ഇത് വലിയ കുഴപ്പമാണ്. ഒരമ്മ നമ്മളോട് നേരിട്ട് ചോദിക്കുക തന്നെ ചെയ്തു. ഒരു 2 കൊല്ലത്തിനുള്ളിലാണ് ധനം സമ്പാദിക്കണം എന്നുള്ള വിഷയം പ്രസംഗിച്ചപ്പോൾ, സ്വാമി എന്തിനാ അതിങ്ങനെ പ്രസംഗിക്കണത്? ആരെങ്കിലും മരിക്കുമ്പം കൊണ്ടുപോവോ? അമ്മ മരിക്കുമ്പം കൊണ്ടുപോകാനല്ല, കൊടുത്തു പോവാനാ. കൊണ്ടുപോവില്ല ആരും, പക്ഷെ കൊടുത്തു പോവാലോ. മക്കൾക്ക് കൊടുത്തു പോകണം. ശ്രദ്ധിക്കുക, തമാശയല്ല. ഇതെന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ട് ഇത് ഇത്ര ശക്തമായും ഗൗരവത്തോടെയും പറയുന്നു എന്ന് ചോദിച്ചാൽ, ധർമ്മശാസ്ത്രങ്ങളിലൂടെ ക്രമികമായി വേദാന്ത ചിന്തയിലേക്ക് ഉയരേണ്ടുന്ന ഒരു സമൂഹത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ ഒട്ടും ശ്രവിച്ചിട്ടില്ല, തുടക്കത്തിൽ തന്നെ ടോപ്പ് വേദാന്തം കേട്ടുവെച്ചാൽ ഉണ്ടാവുന്ന കുഴപ്പമായത്. കാരണം ധർമ്മശാസ്ത്രങ്ങളിൽ വ്യക്തമായി എല്ലാവിധ സമ്പദൈശ്വര്യങ്ങളുമുള്ള സമൂഹമാവണം നമ്മുടേതെന്ന് ആചാര്യന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. പ്രാഥമിക തലത്തിൽ തന്നെ ഭൂത്യൈന പ്രമദിതവ്യം, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുതെന്ന് പറഞ്ഞത് ഓർമ്മിക്കുക. കുശലാന പ്രമദിതവ്യം, നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുതെന്ന് പറഞ്ഞത് ഓർമ്മിക്കുക. ഇത്ര വരെ പറഞ്ഞു. യയാ കയാച വിധയാ ബഹുവന്നം പ്രാപ്നുയാത്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് കുറേ കൃഷി ഉണ്ടാക്കുക.
സമ്പത്ത് ആർജിക്കൂ. നിത്യപാരായണത്തിന് വിഹിതമായ വേദഭാഗം കൃഷ്ണയജുർവേദീയമായ ശ്രീരുദ്രം. ആ ശ്രീരുദ്രത്തിൽ പ്രധാനമായി 2 ഭാഗങ്ങളാണ്, നമകവും ശമകവും. നമകം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഭാവങ്ങളെയും ശിവനായി കണ്ട് നമസ്കരിക്കുന്നതാണ്. എല്ലാത്തിനെയും. അവിടെ ഗുണദോഷ വിചാരമൊന്നുമില്ല, അവിടെ നല്ലത് ചീത്തയൊന്നുമില്ല, എല്ലാം ശിവനാണ്. ശിവനല്ലാത്തൊന്നില്ല. കൊള്ളക്കാരനെ നമസ്കരിക്കുന്നു, കള്ളനെ നമസ്കരിക്കുന്നു, വഞ്ചകനെ നമസ്കരിക്കുന്നു, നാൽക്കാലിയെ നമസ്കരിക്കുന്നു, ഇരുകാലിയെ നമസ്കരിക്കുന്നു, എല്ലാത്തിനെയും നമസ്കരിക്കുന്നു. പറവകളെ നമസ്കരിക്കുന്നു, ഇഴജന്തുക്കളെ നമസ്കരിക്കുന്നു, എല്ലാറ്റിനെയും നമസ്കരിക്കുന്നു. കാരണം എല്ലാം ശിവൻ്റെ ഭാവങ്ങളാണ്. അതാണ് നമകത്തിൽ. ശമകത്തിലാവട്ടെ മുഴുവൻ പ്രാർത്ഥനകളാണ്. 300 ചില്ലുവാൻ പ്രാർത്ഥനകൾ. എനിക്ക് അരി വേണം, എനിക്ക് ഗോതമ്പ് വേണം, എനിക്ക് ചാമ വേണം, എനിക്ക് മുത്താറി വേണം, എനിക്ക് ചോളം വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് രത്നം വേണം, എനിക്ക് ധാരാളം പണം വേണം, എനിക്ക് പശുവിനെ വേണം, ആടിനെ വേണം, കോലാടിനെ വേണം, ചെമ്മരിയാടിനെ വേണം. ഇപ്പം ഇന്നത്തെ കുട്ടികൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് മൊബൈൽ ഫോൺ വേണം, ലാപ്ടോപ്പ് വേണം, പാംടോപ്പ് വേണം, അത് വേണം, ഇത് വേണമെന്നും പറഞ്ഞിട്ട് അവ അന്ധവിരോധം. 3 വയസ്സായൊരു കുഞ്ഞിനെ ആശ്രമത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടീനെ LKG ചേർക്കാൻ കൊണ്ടുപോവുക. എന്തിനാ LKG എന്ന് തന്നെ പറയാൻ കുഞ്ഞിനെ അറിയില്ല, അത്ര ചെറിയ കുഞ്ഞാ, പാവം. മോളെ എന്തൊക്കെയാണ് മോൾക്ക് വേണ്ടതെന്ന് വെച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു, സ്വാമി വാട്ടർ ബോട്ടിൽ, കൊട, മൊബൈൽ ഫോണ്. അപ്പോൾ LKG പോണ കുട്ടിക്ക് മൊബൈൽ ഫോൺ വേണം. അപ്പോൾ നിശ്ചയമായും പുതിയൊരു ചമകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലതും വേണം. മൊബൈൽ ചമേ, ലാപ്ടോപ്പ് ചമേ ഒക്കെ പറയണം, വിരോധമില്ല. ഇത് തമാശയ്ക്ക് പറയുന്നതല്ല. കൊച്ചു നാൾ തൊട്ട് സർവമഹത്വങ്ങളും എനിക്ക് വേണമെന്ന് സങ്കല്പിക്കുന്ന ഒരാൾക്ക് അലസനായിരിക്കാൻ കഴിയില്ല, മന്ദനായിരിക്കാൻ കഴിയില്ല. അവൻ അധ്വാനശീലനാവും, അവൻ ചെറുപ്പത്തിൽ തന്നെ അധ്വാനിച്ച് സമ്പന്നനാവും. ഒരിക്കലും അലസനായിരിക്കാൻ കഴിയില്ല. ചെറുപ്പത്തിലെ ഇത് ചൊല്ലി പഠിപ്പിക്കാൻ നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചു. ശ്രദ്ധിക്കുക. അതുകൊണ്ട് പറയട്ടെ, എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സമൃദ്ധമായ ഐശ്വര്യപൂർണമായ ഒരു സമാജത്തെ നിർമ്മിക്കാനാണ് ഋഷീശ്വരന്മാർ ആഹ്വാനം ചെയ്തത്. അത് നമുക്ക് ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ശാസ്ത്ര സ്വാധ്യായം ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ നീങ്ങും. എല്ലാ കരുത്തും നമുക്ക് വേണം, എല്ലാ കരുത്തും. ഒന്നിലും പിന്നോക്കം പോകരുത്. ശ്രദ്ധിക്കുക. എത്ര ദൈവങ്ങളാണ് നമുക്കെന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ദൈവങ്ങളെക്കുറിച്ച്. സാന്ദർഭികമായി പറഞ്ഞത് അവർക്കൊക്കെ ഒരുപാട് പേരുണ്ടെന്നാ അന്ന് പറഞ്ഞത്. ഇപ്പം പറയട്ടെ, അവർക്കൊക്കെ ഒരുപാട് കൈകളുണ്ട്, കാല് 2 ഉള്ളൂ. 4 കൈയുള്ള വിഷ്ണുവിന് 4 കാലില്ല, 2 കാലേ ഉള്ളൂ. 5 തല ഉള്ള ശിവനും 2 കാലേ ഉള്ളൂ. ശ്രദ്ധിക്കുക. 2 കാലുള്ളവനെ നേരെ കുത്തനെ നിൽക്കാൻ കഴിയും. കുത്തനെ നിൽക്കേണ്ടവനാണ് നമ്മളൊക്കെ. വളഞ്ഞും ഒടിഞ്ഞും കുത്തി നിൽക്കേണ്ടവനല്ല, കുത്തനെ നിൽക്കണം. അമ്മയുടെ മുമ്പിൽ കുനിയട്ടെ, അച്ഛൻ്റെ മുമ്പിൽ കുനിയട്ടെ, ഗുരുജനങ്ങളുടെ മുമ്പിൽ കുനിയട്ടെ, കണ്ടവൻ്റെ മുമ്പിൽ മുഴുവൻ കുനിയേണ്ടവരല്ല. ഇത് കുനിഞ്ഞ് ശീലമായി പോയി. ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് തലയിൽ കൈ വരും. എന്താ പേനുണ്ടോ? അതെ, ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ട ശീലങ്ങൾ. ഇതിനിങ്ങനെ ഒച്ചാനിച്ച് നിൽക്കണം. ആർജവത്തോടു കൂടി എല്ലാവരോടും സംസാരിച്ചുകൂടെ? ചിന്തിക്കുക. ഏതായാലും
ഈ ദേവന്മാർക്കൊക്കെ ഒരുപാട് കൈകൾ, ഒരു കൈ പോലും വെറുതെ ഇല്ല. ഒക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങൾ. എത്ര ആയുധം, ഇത്രയൊക്കെ വേണമെന്ന് തോന്നും. ദേവിയുടെയൊക്കെ സ്ഥിതി എന്താ കഥ? 8 കൈ, 10 കൈ, 18 കൈ, 20 കൈ. ഓ, ഇതൊക്കെ ദേവിയുടെ സങ്കല്പങ്ങളിലുണ്ട്. വ്യത്യസ്ത ധ്യാനങ്ങളിൽ 8 കൈ ഉള്ള ദേവി, 10 കൈയുള്ള ദേവി, 18 കൈയുള്ള ദേവി, 20 കൈയുള്ള ദേവി. എന്താ കഥ? ഓരോ കയ്യിലും വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങൾ, ഒന്നുപോലും തുരുമ്പിച്ചതില്ല. ഒക്കെ നല്ല നല്ല വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങൾ. മാത്രമല്ല, ഒന്ന് ശ്രദ്ധിക്കുക കരുത്തിൻ്റെ ഭാവം. സർവായുധ സമ്പന്നനായി, ശ്രദ്ധിക്കുക, സർവായുധ സമ്പന്നനായി യുദ്ധക്കളത്തിൽ തൻ്റെ നേർക്കെതിരിടാൻ വരുന്ന അസുരനോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട്, എടേ നീ എവിടെ നിൽക്ക്, ഞാനിതൊന്ന് കുടിച്ചു തീരട്ടെ. കയ്യിലുള്ള ഗ്ലാസ്സിലുള്ള പാനീയം അതെന്താണെന്നൊന്ന് ആലോചിച്ചപ്പോൾ ചൂടാവണ്ടാരും. ആ ഒരു ധൈര്യം, ആ ഒരു സരസഭാവം. സന്ദർഭാലോചിക്കുക, യുദ്ധക്കളമാണ്. സർവായുധ സമ്പന്നനായി അസുരനെതിരിടാൻ അഭിമുഖമായി വരികയാണ്. അവന് വരുന്നത് ദേവിയെ പൂജിക്കാനല്ല, കൊല്ലാനാ. ദേവിയെ കൊല്ലാനാ വരുന്നത്. സർവായുധയുക്തനാണ്. അവനോട് നോക്കി ചിരിച്ചുകൊണ്ട് പറയുക, നിൽക്കവിടെ കുറച്ച് നേരത്തേക്ക്, ഞാൻ ഇതൊന്ന് കുടിച്ചു തീരട്ടെ. എന്താ ഒരു ധൈര്യം, ഔചിത്യബോധം. ഈ ദേവിയെ പൂജിക്കുന്ന നമ്മളാണോ അബലരാവേണ്ടത്? ഈ ദേവിയുടെ പ്രതിരൂപങ്ങളായ അമ്മമാരെയാണോ നമ്മൾ അബലകളെന്ന് വിളിച്ചത്? അങ്ങനെ അബലകളെന്ന് വിളിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കിയത്? ചിന്തിക്കുക. ചില ഭർത്താക്കന്മാർ പറയുക, സ്വാമി ഇനി ഞാൻ നാളെ എന്തായാലും ഭാര്യനെ കൊണ്ടുവരില്ല പ്രഭാഷണത്തിന്. ഇതൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ വീട്ടിലത്തെ കഥ കുറച്ച് കടുപ്പാണ്, മാറ്റി പറയാൻ തയ്യാറില്ല. ഒരിക്കലും അബലന്മാരല്ല, ഒരിക്കലും അബലകളല്ല. ഇത് നൽകുന്ന സന്ദേശം നമ്മൾ മറക്കരുത്, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഐശ്വര്യവും കരുത്തുമുള്ള സമൂഹമായിരിക്കണം നമ്മുടേതെന്ന് ഋഷിമാർ നമ്മളെ ഉപദേശങ്ങളിലൂടെ, ബിംബങ്ങളിലൂടെ, നിരവധി പ്രതീകങ്ങളിലൂടെ, വിഗ്രഹങ്ങളിലൂടെ ബോധിപ്പിച്ചു. നമ്മുടെ ഒരു ജ്വല്ലറിക്കാരുടെ പരസ്യം ഒക്കില്ല ഓരോ ദേവീദേവന്മാരുടെ ആഭരണ അലങ്കാരങ്ങൾക്ക്. ആരെ ഏത് രാജ്യത്തുനിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അയാളുടെ ദേഹം മുഴുവൻ ആഭരണം ഇട്ട് ഫോട്ടോ എടുത്താലും നമ്മുടെ ദേവിമാരുടെ ആഭരണത്തിനും അടുത്തെത്തിക്കില്ല. അതെങ്ങനെ കണ്ടല്ലോ, പല ജ്വല്ലറിക്കാരും അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് സ്വർണ്ണാഭരണമൊക്കെ ഇടിപ്പിച്ചിട്ടൊക്കെ ഫോട്ടോ ഇട്ട് പരസ്യം വെക്കൽ ധാരാളമുണ്ട്. അതൊന്നും നമ്മുടെ ദേവീസങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ദേവതാസങ്കല്പത്തിൻ്റെ അടുത്തെത്തില്ല. സർവാഭരണ ഭൂഷിത. ഓരോന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. കയ്യിലുന്നത്, കാലിലുന്നത്, ചെവിയിലുന്നത്, മൂക്കിലുന്നത്. അതൊക്കെ കാണിക്കുന്ന ഒരു ഐശ്വര്യഭാവം ചെറുപ്പത്തിലെ ഓരോ വ്യക്തിക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം. ശ്രദ്ധിക്കുക. അല്ലാതെ കേവലം ശാസ്ത്രം അങ്ങനെ വായിച്ചങ്ങനെ മുന്നോട്ട് പോയോണ്ട് കാര്യമില്ല. അതിലെ തത്വങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടാൽ ഒരു സംശയവുമില്ല, നമ്മുടെ സമൂഹം നിശ്ചയമായും ക്രമികമായെങ്കിലും, ബ്രാക്കറ്റ് പറയാൻ തോന്നുക, പതുക്കെയെങ്കിലും മഹത്വത്തിലേക്ക് ഉയരും. അപ്പോഴാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയ ചോദ്യം വീണ്ടും വരുന്നത്. കേവല ശാസ്ത്രങ്ങൾ മാത്രം മതിയോ? പോരാ. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള, ശാസ്ത്രം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആചരണവിശേഷങ്ങൾ. ആചാരങ്ങളിലൂടെ മാത്രമേ ധർമ്മം നിലനിൽക്കൂ. സ്വയം ആചരണ പദ്ധതികളിലൂടെ കടന്നു പോകണം. ആചരണങ്ങളെ നമ്മൾ അനുഷ്ഠിക്കണം.
വൈദികങ്ങളായ ആചരണങ്ങൾ. പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു രോഗം ഇന്ന് ആചാരങ്ങളെ വെടിയുന്നു നമ്മൾ. അഥവാ ആചാരങ്ങളെ ചെയ്യുന്നുണ്ടെങ്കിലും ഏതോ കാട്ടിക്കൂട്ടലായി പോകുന്നു. ചെയ്യുന്ന ആചാരങ്ങൾ തന്നെ ഏതോ കാട്ടിക്കൂട്ടൽ, ആർക്കാനോ വേണ്ടി ചെയ്യുന്നത് പോലെ. അത് ജപമെന്നോ ക്ഷേത്രദർശനമെന്നോ പൂജ എന്നൊന്നും വിശേഷിച്ച് പറയുന്നില്ല. അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് തീവ്രതയോടുകൂടി ചെയ്യുന്നത് അറിയാതെ കുറഞ്ഞു പോകുന്നുണ്ട്. ഒന്നേ പറയാനുള്ളൂ, ധർമ്മം ആചാരപ്രഭവമാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളാണ് മുഖ്യങ്ങൾ. എല്ലാവരും, എല്ലാ ഗൃഹങ്ങളും ആചാരശുദ്ധിയുള്ളവരാവണം, ആചാരശുദ്ധിയുള്ള ഗൃഹങ്ങളാവണം. നിത്യങ്ങളും നൈമിത്തികങ്ങളും പിന്നെയുമുണ്ട് ആചാരങ്ങൾ, കാമ്യങ്ങളും പ്രായശ്ചിത്തങ്ങളും. അതിൽ കാമ്യപ്രായശ്ചിത്തങ്ങൾ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം അതിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം കാമ്യങ്ങൾ കാമനയുള്ളവൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു യാഗവിശേഷം സ്വർഗ്യമാണെങ്കിൽ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ മതി അത് ചെയ്യുക. സ്വർഗത്തെ ആഗ്രഹമില്ലാത്ത ഒരാളോട് നീ പോയി ചെയ്യെന്ന് പറയേണ്ട ആവശ്യമില്ല. നീ ആ യാഗം ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വർഗം വേണ്ട, പിന്നെന്താ? ഇന്ന് യാഗവിശേഷങ്ങൾക്കൊന്നും സ്വർഗം എന്ന് പൊതുവെ പറയില്ല. സ്വർഗമാണ് ഫലം എന്ന്, മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ശാന്തിയും സമാധാനം എന്ന് പറയും. എന്നാലേ പിരിവെടുക്കാൻ പറ്റൂ. സ്വർഗീയമായിരിക്കുന്ന യാഗം തന്നെ ലോകശാന്തിക്കാണെന്നാണ് നമ്മൾ സമൂഹത്തിൽ പരസ്യപ്പെടുത്തുക. യജമാനൻ രാജാവ്, ആ രാജാവാകുന്ന യജമാനന് സ്വർഗത്തിലേക്ക് പ്രാപിക്കാൻ വേണ്ടി വിഹിതമായ യാഗത്തെ തന്നെ ഇന്ന് നമ്മൾ രാജാവില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരായി ചെയ്യുമ്പോൾ ലോക നന്മയാണ് ഇതിൻ്റെ ഫലമെന്നേ പറയൂ, സ്വർഗമാണെന്ന് പറയൂ. പക്ഷെ സത്യം മന്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഫലം സ്വർഗമാണെന്ന്. എല്ലാ യാഗങ്ങളെക്കുറിച്ചും അല്ല പറയുന്നത്, അതുകൊണ്ടാണ് സ്വർഗ്യം എന്ന വാക്കാദ്യം പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരോടും അത് നിർദ്ദേശിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ അവശ്യം ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടത് ചെയ്യാഞ്ഞാലും ചെയ്യരുതെന്ന് നിഷേധിക്കപ്പെട്ടത് ചെയ്താലും ഉണ്ടാവുന്ന പാപങ്ങളുണ്ട്. കർമ്മങ്ങളെ അനുഷ്ഠിക്കാതിരുന്നാലും വികർമ്മങ്ങളെ അനുഷ്ഠിച്ചാലുമുള്ള പാപം, ആ പാപങ്ങളെ പരിഹരിക്കാനാണ് പ്രായശ്ചിത്തങ്ങൾ. അതുകൊണ്ട് അതും എല്ലാവരോടും നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശേഷിക്കുന്നത് രണ്ട്, നിത്യവും നൈമിത്തികവും. അപ്പം നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, ഇവയെ കുശലതയോടെ ആചരിക്കുന്നവരാകണം നമ്മളെല്ലാവരും. ഏതുവരെ അവ കൊഴിഞ്ഞു പോകുന്നവരെ. ശ്രദ്ധിക്കുക. നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കുശലതയോടെ ചെയ്യുന്നവരാവണം നമ്മൾ. അപ്പോഴാണ് ചോദ്യം വന്നത്, ഏതുവരെ? മറുപടി, കൊഴിഞ്ഞു പോകുന്നവരെ. കർമ്മങ്ങൾ താനേ കൊഴിഞ്ഞില്ലാതാകുന്നത് വരെ കർമ്മങ്ങളെ ആചരിക്കണം. അതുകൊണ്ട് കുർവന്നേവേഹ കർമാണി ജിജീവിഷേ ഛദം സമാഹ എന്ന് നിർദ്ദേശിച്ചു ശ്രുതി. ഈ ലോകത്തിൽ വിഹിത കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കണം. എത്ര വർഷം ജീവിക്കാൻ ആഗ്രഹിക്കണം? പരമാവധി ജീവിക്കാൻ ആഗ്രഹിക്കണം എന്നതിൻ്റെ അർത്ഥം. കാരണം 100 മനുഷ്യൻ്റെ ശാസ്ത്രനിരൂപിതമായ പരമായുസ്. താവദ്ധി പുരുഷസ്യ പരമായുഹു നിരൂപിതം. അത്രയാണ് മനുഷ്യൻ്റെ പരമായുസ് ശാസ്ത്രത്തിൽ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത്, 100 വയസ്സ്. അത്രയും കാലം ജീവിക്കാൻ ആഗ്രഹിക്കണം. ആരും വേഗം മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അതാരും ആഗ്രഹിക്കലുണ്ടാവില്ല, പുറത്ത് പറയലേ ഉണ്ടാവുള്ളൂ. എന്നാലും അപ്പം എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം വിഹിത കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കണം. അലസന്മാരായി, മന്ദന്മാരായി, മടിയന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കരുത്. അതിൽ വിഹിത കർമ്മങ്ങൾ എന്നാൽ
പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചു, നിത്യവും നൈമിത്തികവുമാണ്. നിത്യം നൈമിത്തികം എന്ന ഒരു തരംതിരിവ്. അതുപോലെ മറ്റൊരു തരംതിരിവുണ്ട്, വൈയക്തികമായും സാമാജികമായും ചെയ്യേണ്ടുന്നത്. തീർത്തും വ്യക്തിനിഷ്ഠമായ ഭാവത്തിൽ ചെയ്യേണ്ടത്, സമാജം ഒത്തൊരുമിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയുണ്ട്. ഇവയൊക്കെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് ആചരിക്കുക എന്നുള്ളത് മുഖ്യമാണ്. നിത്യകർമ്മങ്ങളെ ഏറെ വിസ്തരിക്കുന്നില്ല. നമ്മൾ ഈ ധർമ്മപ്രഭാഷണ പരമ്പരയിൽ തന്നെ പല പ്രാവശ്യം ചിന്തിച്ചതാണ് പഞ്ചമഹായജ്ഞങ്ങൾ, നിത്യകർമ്മങ്ങൾ. ഇവയെ അനുഷ്ഠിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകരുത്. 5 മഹായജ്ഞങ്ങളെ ജീവിതത്തിൽ നിത്യമായി നിയമിതമായി അനുഷ്ഠിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകരുത്. ഈ 5 മഹായജ്ഞങ്ങളെ ജീവിതത്തിൽ ദിവസവും അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഗൃഹസ്ഥാശ്രമിയാവൂ. അല്ലെങ്കിൽ ഗൃഹസ്ഥനാകുമായിരിക്കാം, ഗൃഹസ്ഥാശ്രമിയാവില്ല. ഗൃഹസ്ഥാശ്രമിയാവണമെങ്കിൽ പഞ്ചമഹായജ്ഞങ്ങളെ നിത്യവും അനുഷ്ഠിക്കണം. പഞ്ചമഹായജ്ഞങ്ങൾ ജന്മനാ നമുക്കൊക്കെയുള്ള കടങ്ങളെ വീട്ടുന്നതിനാണ്. പഞ്ചമഹായജ്ഞങ്ങൾ കർമ്മണ നമുക്ക് വന്നു ചേരുന്ന അവശ്യ ഹിംസകളെ ഇല്ലാതാക്കുന്നതിനാണ്. 2 രീതിയിലും ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കൊക്കെ നിത്യജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒഴിവാക്കാൻ വയ്യാത്ത ഒരുപാട് ഹിംസകൾ ചെയ്യേണ്ടി വരും. അവശ്യഹിംസകൾ. അവശ്യഹിംസകൾ കൂടാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കാ കഴിയുക? ഒരു ഹിംസയും ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. മഹാഭാരതത്തിൽ വനപർവത്തിൽ വ്യാധഗീതയുടെ ഭാഗത്ത് കൗശിക ബ്രാഹ്മണനോട് വ്യാധൻ ചോദിക്കുന്നുണ്ട്, ഒന്ന് തിരിഞ്ഞിരിക്കുമ്പോൾ, കിടന്നെടുത്തു നിന്ന് മാറിക്കിടക്കുമ്പോൾ എത്ര ജന്തുക്കൾ മരിക്കുന്നുണ്ട്, എത്ര സൂക്ഷ്മജീവികൾ കണ്ണുകൊണ്ട് കാണാത്ത. അവശ്യഹിംസ കൂടാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന അവശ്യഹിംസകൾ, അടിച്ചു വാരുമ്പോൾ, വെള്ളം തിളപ്പിക്കുമ്പോൾ, വെള്ളം കോരുമ്പോൾ, അരിയിടിക്കുമ്പോൾ, ഇങ്ങനെ വ്യത്യസ്ത വ്യവഹാരങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവശ്യഹിംസാദോഷങ്ങൾ നീങ്ങാൻ ദിവസവും ഹിംസ, ദിവസവും പഞ്ചമഹായജ്ഞം. അഴുക്ക് ദിവസവും ദേഹത്തിലുണ്ടാവുക, ദിവസവും കുളിക്കുക. കുളിച്ചുകൊണ്ടാരും നിത്യശുദ്ധരൊന്നും ആവില്ല, നിത്യവും ശുദ്ധരാവും. അത്രയേ ഉള്ളൂ. നിത്യവും അഴുക്ക് വരും, നിത്യവും കുളിക്കും, പിന്നെയും അഴുക്ക് വരും, പിന്നെയും കുളിക്കും. ഇത് രണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. അതുപോലെ അവശ്യഹിംസ ചെയ്തുകൊണ്ടിരിക്കും, പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊന്ന്, എല്ലാവർക്കും ജന്മനാ തന്നെ കടങ്ങളുണ്ട്. കടമില്ലാത്ത ആരുമില്ല. ഈ കടങ്ങളെ നമ്മൾ വീട്ടണം. കടങ്ങൾ ജന്മന ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നുക വേൾഡ് ബാങ്കിൻ്റെ ലോണിൻ്റെ ഇത്ര ഷെയർ, അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഇത്ര ഷെയർ, ഇങ്ങനെയൊക്കെയാണ്. അതൊന്നല്ല. അതുമുണ്ട്, അതില്ലെന്നല്ല, അതുമുണ്ട്. നമ്മളൊക്കെ മനുഷ്യരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര കടമുണ്ട് നമുക്ക്. ഈ മനുഷ്യ ശരീരം നമുക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടി, അവർക്ക് അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ അച്ഛനമ്മമാരോട് കടപ്പെട്ടിരിക്കുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സവിശേഷമായ മാനുഷിക സംസ്കാരം നമുക്കുണ്ട്. ഈ സവിശേഷമായ മാനുഷിക സംസ്കാരത്തിൻ്റെ പേരിൽ നമ്മൾ ഋഷിമാരോട് കടപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിലെ അനേക പ്രാകൃതിക ശക്തികളുടെ ചേരുംപടിയുള്ള ചേർച്ച കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഈ ഓരോ പ്രാപഞ്ചിക പ്രതിഭാസത്തിൻ്റെയും പിന്നിൽ തന്നെ ഒട്ടനവധി അധിനിയമങ്ങളുണ്ട്. അവയെ നമ്മൾ ദേവതകളെന്ന് വിളിക്കുന്നു. അനേക ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒറ്റയ്ക്ക് ആരും ജീവിക്കുന്നില്ല.
മറ്റോരോ മനുഷ്യൻ്റെയും തന്നെ ചെയ്തികൾ നമ്മെ സ്വാധീനിക്കുന്നു, നമ്മുടെ ചെയ്തികൾ അവരെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെട്ടുള്ള സമൂഹത്തിൽ കഴിയുന്ന നമ്മൾ മനുഷ്യന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. കേവലം മനുഷ്യന്മാർക്ക് കഴിയാൻ സാധിക്കില്ല. മറ്റനേക ജീവജാലങ്ങളുണ്ട്. ഏകകോശ ജീവികളുടെ പോലും അനുഗ്രഹം നമുക്ക് വേണം. ഏകകോശ ജീവികളുടെ പോലും അനുഗ്രഹം വേണം നമുക്ക്, എന്നാലേ ജീവിക്കാൻ പറ്റൂ. മറ്റു ജീവികളോടുള്ള കടം, ഇങ്ങനെ പ്രധാനമായിട്ട് 5 കടങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. പിതൃക്കളോടുള്ള, ഋഷിമാരോടുള്ള, ദേവന്മാരോടുള്ള, മറ്റു മനുഷ്യന്മാരോടുള്ള, മറ്റു ജീവജാലങ്ങളോടുള്ള 5 കടങ്ങൾ. 5 കടങ്ങളില്ലാതെ ആരും ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ജന്മനാ ഉള്ളതായ ഈ കടങ്ങളെ നമ്മൾ കർമ്മം കൊണ്ട് വീട്ടണം. വീട്ടിൽ തീരുമെന്നാരും ചോദിക്കരുത്, വീട്ടണം. വീട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ വീട്ടാൻ വരേണ്ടി വരും. സബ്സിഡി ഇല്ല, എഴുതിത്തള്ളലില്ല, മൊറട്ടോറിയ ഇല്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ചോദിക്കാതാ സബ്സിഡി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് ഹജ്ജിന് പോകാമായിരുന്നു. സബ്സിഡി കിട്ടിയാൽ ഒന്ന് അമർനാഥ് വരെ പോകാമായിരുന്നു. ഇടയിൽ അമർനാഥിൽ പോകുന്നതിനൊന്നും സബ്സിഡി ഇല്ല. കൈലാസത്തിലൊന്ന് പോകാമായിരുന്നു സബ്സിഡി ഉണ്ടെങ്കിൽ. സബ്സിഡി വാങ്ങി കൈലാസത്തിൽ പോകണ്ട, ആര് പറഞ്ഞു പോകണമെന്ന്? നിൻ്റെ അടുത്ത് കാശുണ്ടെങ്കിൽ പോയാൽ മതി. ഇല്ലെങ്കിൽ കൈലാസത്തിൽ പോകണമെന്ന് അത്ര ഉത്കടമായ ആഗ്രഹമുണ്ടോ, കാശില്ല എന്ന് ഉറപ്പുണ്ടോ, പോകാൻ കഴിയും? കാശ് വെച്ചിട്ടാണല്ലോ നമ്മളൊക്കെ തെണ്ടണത്. ഉത്കടമായ ഇച്ഛ ഉണ്ടെങ്കിൽ വന്നു ചേരും, അത് സംശയമൊന്നുമില്ല. അവൻ സബ്സിഡി നോക്കി നിൽക്കില്ല. പക്ഷെ ഇന്ന് പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിന്ത അങ്ങനെയായിരിക്കുന്നു. ഏതായാലും ഇവിടെ ഇതൊന്നുമില്ല, വീട്ടുക തന്നെ വേണം. വീട്ടിലെങ്കിൽ വീട്ടാൻ വരേണ്ടി വരും. എങ്ങനെ വീട്ടേണ്ടി വരും? പലിശ സഹിതം വീട്ടേണ്ടി വരും. അയ്യോ, എന്നാൽ പിന്നെ നല്ലത് ഇപ്പം തന്നെ വീട്ടണതാണ്. അപ്പോൾ പറഞ്ഞു 5 കടങ്ങളെ വീട്ടാൻ ദിവസവും 5 യജ്ഞങ്ങളെ ചെയ്തോളൂ, പഞ്ചമഹായജ്ഞങ്ങളെ. എങ്ങനെയൊക്കെ വിസ്തരിച്ച് ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും വളരെ സംക്ഷിപ്തമായി നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ശരി, ഞാൻ അത് ചെയ്തു, ഞാൻ മറ്റവനെ കീഴ്പ്പെടുത്തി, ഇങ്ങനെ ഞാനെന്ന ഭാവത്തോടെ ജീവിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ. ഇതമദ്യം അയാലബ്ധം മം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി ഇതമഭിമേ ഭവിഷ്യതി പുനർധനം അസൗമയ ഹതശത്രു ഹനിഷ്യേ ചാപരാനപി എന്നൊക്കെ ഭഗവാൻ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നീട് സ്വാമിജിയുടെ പ്രഭാഷണങ്ങളും സംശയ നിവാരണവും കേട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി താഴെ പറയുന്ന ഒന്നും തന്നെ എൻ്റെ സൃഷ്ടിയോ എൻ്റെ നിയന്ത്രണത്തിലോ അല്ല എന്ന്. എൻ്റെ ജീവൻ, എൻ്റെ ശരീരം, ഞാൻ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം, കഴിക്കുന്ന ഭക്ഷണം, മാത്രമല്ല ഞാൻ ആദ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പലതും സ്വീകരിച്ചു, പിന്നീട് ജനിച്ചപ്പോൾ മുലപ്പാൽ കുടിച്ചു, പിന്നീട് അമ്മ തന്ന ഭക്ഷണം കഴിച്ച് വളർന്ന് വലുതായി. ഇതെല്ലാം കഴിച്ചപ്പോൾ എങ്ങനെ ഇന്നത്തെ എൻ്റെ സങ്കീർണമായ ശരീരം രൂപപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എൻ്റെ കഴിവുമല്ല, മറിച്ച് അനേകം ദേവതകളുടെ അനുഗ്രഹത്താലാണ് എൻ്റെ നിലനിൽപ്പ് എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നു. സ്വാമിജിയുടെ പ്രഭാഷണത്തിലൂടെ അറിഞ്ഞതാണ് ദേവതകളുടെ അനുഗ്രഹത്താൽ എന്നത്. ഈ ആശയം ഒന്ന് ലളിതമായി വിവരിച്ചാൽ നന്നായിരുന്നു. സന്തോഷം. ഇത് മനസ്സിലാക്കിയപ്പോൾ മുതൽ എൻ്റെ പ്രാർത്ഥന, ദൈവമേ, എൻ്റെ ഓരോ കർമ്മവും നല്ലതായി തീരുവാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ എന്നാണ്. എൻ്റെ സംശയം, മേൽപ്പറഞ്ഞ പ്രാർത്ഥനയെ ഉദ്ദേശിച്ചാണോ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യണം എന്ന് പറയുന്നത്? നോക്കൂ, ഇവിടെ ഈ പ്രപഞ്ചം അണു മുതൽ ബ്രഹ്മാണ്ടം വരെ ഒരു നിയമക്രമത്തിനനുസരിച്ചാണ്. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുന്ന നിയമം. ആ നിയമമാണ് ധർമ്മം. ധർമ്മസ്യ പ്രഭു അച്യുത. ധർമ്മത്തിൻ്റെ പ്രഭു, യജമാനൻ, ഈശ്വരൻ. ഈ ഒരു ദൃഷ്ടിയിൽ നോക്കുക. നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത്ഭുതകരമായൊരു നാടകം ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ അഹങ്കാരവും അതും ഇതും എല്ലാം കൊണ്ട് പലതും കണക്കാക്കി നമ്മൾ ഉളറിപ്പോയി.
പക്ഷെ തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് അത്യത്ഭുതകരമായൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കൊരു അധീശ്വരൻ. ആ അധീശ്വരനെ തേടി അങ്ങും ഇങ്ങൊന്നും പോണ്ട. ഒന്ന് അന്വേഷിച്ചാൽ മതി തൻ്റെ സ്വത്വത്തിനുള്ളിലേക്ക്. ആ സച്ചിദാനന്ദ ഭാവത്തെ അവിടെ തിരിച്ചറിയാം. പക്ഷെ അതൊന്നും ചിന്തിക്കാൻ ഇടയില്ലാതെ നമ്മളങ്ങനെ ഉഴറുകയാണ്. ഈ സ്ഥിതിയിലാണ് സത്സംഗത്തിലൂടെ ശാസ്ത്രസ്വാധ്യായത്തിലൂടെയൊക്കെ ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ തിരിച്ചറിവ് പതുക്കെ 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 ഉണ്ടായി വരുന്നത്. അത് മതി. പിന്നെ നമ്മുടെ കർമ്മങ്ങൾ സ്വാഭാവികമായി ശുദ്ധമാകും. നമ്മുടെ ചിന്തകൾ സ്വാഭാവികമായി നിയമിതമാവും. കാരണം സകല കർമ്മങ്ങളിലൂടെയും പൂജിക്കപ്പെടുന്നത് ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വമാണ്. സമഷ്ടിയിലെ മഹാകർമ്മങ്ങളുടെ ചെറിയൊരു പങ്കാണ് ഞാൻ എന്ന അഭിമാനത്തോടു കൂടി ഓരോരുത്തരും ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് വന്നാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും, ഭഗവാനെ അവിടുത്തെ കർമ്മത്തെ ഞാൻ അവിടെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കൂടുതൽ കൂടുതൽ അനുസന്ധാനം ചെയ്യുക. അന്ധകരണത്തിൻ്റെ ശുദ്ധി, സങ്കല്പങ്ങളുടെ ശുദ്ധി, അതാണ് നമുക്ക് വേണ്ടത്. സങ്കല്പങ്ങൾ എത്ര കണ്ട് ശുദ്ധമാകുന്നോ അത്ര കണ്ട് നമ്മുടെ വ്യവഹാരങ്ങൾ ശുദ്ധമായി വരും, വാക്കുകൾ ശുദ്ധമായി വരും. ശ്രദ്ധിക്കുക. While visiting Rajiv Gandhi's profile in Wikipedia under the head Assassination, I came across a sentence: a memorial christened Veera Bhumi was constructed at his cremation spot in Delhi in 1992. Does it mean that he was being considered as a Christian after death? My doubt behind this arose because there were several incidents of major Congress leaders being converted to Christianity by the now Congress President Mrs. Sonia Gandhi's effort. The list includes Ambika Soni, Y.S. Rajashekara Reddy and Digvijay Singh, religion specification pending, and so on. In addition to the above all, close associates of Sonia Gandhi are Christians, and we can even say that she is Christianizing Congress. Is Sonia Gandhi using power and politics for evangelization? If this is the state, in coming years a large number of leaders would choose the same line of politics for their existence. Kindly share Swamiji's view about this. ഇവിടെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആര് ഏത് സ്വാധീനത്തിലും സമ്മർദ്ദത്തിലും പെടുന്നുവോ, ഏതെല്ലാം ഉദ്ദേശത്തോടു കൂടി ഓരോരുത്തരും രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുവോ, പരസ്പര സഹായകങ്ങളായ അനേക ഘടകങ്ങളെ കൊണ്ട് ഇരുത്തപ്പെടുന്നുവോ, അതിൻ്റെ പരിണാമം എങ്ങനെയൊക്കെ സംഭവിക്കുന്നു അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഒക്കെ നിരീക്ഷിക്കുക, മനസ്സിലാക്കുക, അത്രയേ സാധിക്കൂ. സ്വയം ആ വക സ്വാധീനങ്ങളിൽ പെടാതിരിക്കുക എന്നുള്ളതും സാധിക്കും. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. പിന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ, നാമകരണം എന്ന് മാത്രമേ ക്രൈസ്റ്റനിങ് എന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതും ക്രിസ്ത്യാനിറ്റിയുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പം നാമകരണം എന്നർത്ഥം, അത് വീരഭൂമി എന്ന് നാമകരണം ചെയ്തു, അവിടെ ക്രിസ്ത്യാനിറ്റി കടന്നു വരുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ ഓരോ പദവും നിഷ്പന്നമാവുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമല്ല, ഏത് ഭാഷയെടുത്താലും അത് രൂഢമായും പ്രയോഗം കൊണ്ടും ധാതു കൊണ്ടും ഒക്കെയാണല്ലോ ഏത് ഭാഷയിലായാലും ശബ്ദങ്ങൾ സിദ്ധമാകുന്നത്.
അപ്പം അങ്ങനെ പ്രയോഗം കൊണ്ട് ഒരു ശബ്ദം വന്ന വഴി ഏതോ ആവട്ടെ, പക്ഷെ ഇന്നതിനുള്ള അർത്ഥമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇവിടെ ക്രൈസ്റ്റൻ്റെ വീരഭൂമി എന്ന് പറയുന്നിടത്ത് ക്രിസ്ത്യാനിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നാമകരണം ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നല്ലത് തന്നെ, അതിന് വിരോധമില്ല. പക്ഷേ മറ്റ് അതിൽ ഈ കത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതും പഠിക്കേണ്ടതും അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ടുള്ളതുമാണെന്ന് മാത്രം പറയുന്നു. വേറെയൊന്നും പറയാൻ വയ്യ. ഒക്കെ വളരെ വലിയ ലേഖനങ്ങൾ തന്നെയാണല്ലോ ഭഗവാൻ. ഇതെത്ര ഉണ്ട്? കുറേ ഉണ്ട്. നമ്മളൊരു കൊല്ലം ഇരുന്നാലും തീരില്ല. അവിടെ ഇനി പുതുതായിട്ട് ആരും ഒരു കടലാസ് എഴുതി തരണ്ട. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം താഴെ പറയുന്ന തരത്തിലല്ലേ? ഒരു പങ്ക് ജനിക്കുമ്പോൾ കൊണ്ടുവരുന്നത്, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്നത്, സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും സംസ്കാരം പുതിയ ജന്മം എടുത്ത് വളർന്നു വരുന്ന തലമുറയുടെ സംസ്കാര രൂപീകരണത്തിൽ സ്വാധീനമുണ്ട്. അതെ, അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവം സംസ്കാരം നന്നാക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുക എന്നതല്ലേ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഭരണകർത്താക്കളുടെയും ചുമതലയും ഉത്തരവാദിത്തവും? 100% ശരിയാണ്. സാഹചര്യം ഒരുക്കാനേ നമുക്കൊക്കെ കഴിയൂ. അങ്ങനെ ഒരുക്കുക. അതിനാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അതുതന്നെയാണ് എപ്പോഴും സ്വീകരിക്കേണ്ടുന്ന സന്ദേശം. ഇത് പറയാൻ കാരണം, ദില്ലിയിൽ ഒരു വിദ്യാർത്ഥിനി മാനഭംഗത്തിനിരയായ സംഭവത്തെ ആസ്പദമാക്കിയാണ്. ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകുകയും മറ്റുള്ളവർക്ക് ഈ ശിക്ഷ കണ്ടാൽ ഭയം തോന്നുന്ന തരത്തിലാവുകയും വേണം. തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നല്ലപോലെ ഉണ്ടാവണം. അത് നടപ്പിലാവുന്ന സംവിധാനം വേണം. പക്ഷേ എത്രയോ കുട്ടികളും സ്ത്രീകളും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് ലോകം അറിയുന്നില്ല. കാരണം ഇതിൻ്റെ ഇരകൾ പ്രതികളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളെ ഭയന്നിട്ടോ ആകാം പുറത്തു പറയാത്തത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തിയാൽ ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും പരോക്ഷമായിട്ടെങ്കിലും ചെറിയ പങ്കില്ലേ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. വീണ്ടും ഇത് പറയാൻ കാരണം, TV ചാനലിൽ വാർത്ത വന്നാൽ നമ്മൾ രോഷാകുലരാവുകയും ചർച്ചയും സംവാദവും ഒക്കെയായി കുറച്ച് ദിവസം കൊണ്ട് മറ്റൊരു വാർത്ത ലഭിച്ചാൽ ഇത് വിട്ട് പുതിയ വാർത്തയുടെ പിന്നാലെയായി. നേരത്തെ ദുരന്തത്തിനിരയായവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരും മാത്രം ഇതിൻ്റെ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നു. മേൽപ്പറഞ്ഞ ആശയത്തിലോ വരികളിലോ വാക്കുകളിലോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മേൽപ്പറഞ്ഞ ആശയത്തെപ്പറ്റി സ്വാമിജിയുടെ അഭിപ്രായവും നിർദ്ദേശവും അറിയുവാനും അതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ധർമ്മബോധത്തിൻ്റെ ചെറിയ തിരിയെങ്കിലും തെളിയിക്കാനും സഹായകമാവട്ടെ എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ആ ഉദ്ദേശം വളരെ നല്ല ഉദ്ദേശമാണ്. ഇതിലുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ അഭിപ്രായത്തിലും 100% ശരിയാണ്. പക്ഷേ ഇവിടെ വളരെ ഇതിലെഴുതിയതായ വിഷയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഹീനങ്ങളായ അകൃത്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിഞ്ഞില്ലെന്ന് വരും. സ്വന്തം അമ്മയോട് പറയാൻ പറ്റാത്ത, സ്വന്തം അച്ഛനോട് പറയാൻ പറ്റാത്ത അത്തരം കഥകളെ, ചരിത്രങ്ങളെ പറയാൻ 100 കണക്കിന് കുട്ടികൾ നമ്മളെപ്പോലുള്ളവരെ സമീപിക്കാറുണ്ട്. അച്ഛനെ പോലെ മാനിക്കേണ്ടവരുടെ ഭാഗത്തുനിന്ന്, അമ്മാവനെ പോലെ മാനിക്കുന്നവരുടെ അഥവാ അമ്മാവൻ്റെ തന്നെയും സഹോദരൻ്റെ തന്നെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന പീഡനങ്ങളുടെ കഥകൾ, ഉപദ്രവങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന സംഘർഷങ്ങൾ. ഇത് അച്ഛനോട് പറഞ്ഞാൽ കുടുംബങ്ങൾ കലങ്ങിപ്പോകുന്നുണ്ട് പറയാൻ പറ്റില്ല, അമ്മയോട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പറയാൻ പറ്റില്ല, പൂഴ്ത്തിവെക്കും, പിന്നീട് മാനസിക സംഘർഷങ്ങളായി വരും, പലപ്പോഴും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വയം എത്തിച്ചേരും. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ കുറ്റക്കാർ മിക്കവാറും അമ്മയും അച്ഛനും തന്നെയാണ്. ഒരു ഗൃഹസാഹചര്യം എങ്ങനെയാവണം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. മിക്കവാറും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മദ്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ പറഞ്ഞവയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ അച്ഛനോ അമ്മയോ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുക. അഥവാ മദ്യപിച്ച് അല്പം ചില ഒരു വൈകല്യം
അഥവാ പൂഴ്ത്തിവെപ്പുകൾ ഇല്ലാതാവുന്ന സമയത്ത്. അപ്പോഴാണ് ഇത് പലരും ഈ വകയ്ക്കൊക്കെ ഒരുങ്ങുന്നത്. ഇതൊക്കെ നമ്മുടെ തകരാറാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറുപ്പം തൊട്ട് കുട്ടികൾക്ക് ലജ്ജാദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന രീതിയിൽ വളർത്തി ശീലിക്കണം. ഇത് പറഞ്ഞാൽ ഇയാൾ ഒരു 1000 കൊല്ലം മുമ്പ് ജനിക്കേണ്ട ആളായിരുന്നു, ഇന്ന് കാലം മാറി ജനിച്ചു പോയതാണെന്ന് ചിലർക്കെങ്കിലും തോന്നിയെന്ന് വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളുടെ വസ്ത്രവിധാനം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നിർബന്ധമാണ്. ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് ബന്ധപ്പെടുന്നത് എങ്ങനെ ആവരുത്, എങ്ങനെ ആവണം എന്നുള്ള ബോധം നമ്മൾ മക്കൾക്ക് നൽകണം. ആരോട് സംസാരിക്കുമ്പോഴും കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ ശീലിപ്പിക്കണം. ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി കഴിഞ്ഞാൽ അതിൽ വീഴരുതെന്നുള്ള പാഠം നൽകണം. ആര് നമ്മളെ പുകഴ്ത്തിയാലും അതിൽ ചതി ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് മക്കൾക്ക് മനസ്സിലാക്കിക്കാൻ നമുക്ക് സാധിക്കണം. അതെ, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൻ കിട്ടേണ്ടിടന്ന് കിട്ടും അവന്. പക്ഷെ ഒന്ന് പറയാം, ദയവ് ഇത് പ്രീപെയ്ഡ് മൊബൈൽ കൊടുക്കരുതെന്ന് പറയാം. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് പെയ്ഡ് ആയിരിക്കുക, പ്രീപെയ്ഡ് ആവാതിരിക്കുക. ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, കുറച്ചൊന്നുമല്ല. ഓരോ ദുരന്തങ്ങളിലേക്ക് ചെന്ന് പെട്ട ശേഷം പറഞ്ഞിട്ട് പ്രയോജനമില്ല. നമ്മുടെയൊക്കെ വീടുകൾ ആചാരശുദ്ധിയുള്ള ഗൃഹങ്ങളായാൽ ഇതിനൊക്കെ പരിഹാരമായി. ആചാരശുദ്ധിയുള്ള ഗൃഹങ്ങളായാൽ അതിലാണ് നമുക്ക് ച്യുതി സംഭവിക്കുന്നത്. നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെയായി പോകുന്നു. ഭക്ഷണ രീതിയിൽ നമ്മൾ അശേഷം ശ്രദ്ധിക്കുന്നില്ല. അങ്ങേയറ്റം രജസ്സും തമസ്സും അടിച്ചു കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള ചിന്തകളും വികാര വിക്ഷോഭങ്ങളും അല്ലേ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ആഹാര രീതികൾ. എത്ര പെട്ടെന്ന് അതിലൊക്കെ വലിയ മാറ്റം വന്നേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇതൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നോക്കി ചികിത്സിക്കാവുന്ന പ്രശ്നങ്ങളല്ല. ഒരവയവത്തിനല്ല ചികിത്സ വേണ്ടത്. മൊത്തം സമഗ്രമായ സമൂഹ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗങ്ങളെ നീക്കാൻ ഒരു സമഗ്രമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. സമൂഹത്തെ പൂർണ്ണമായി ആശ്ലേഷിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടായിരിക്കണം. അല്ലാതെ ഒരു വിഗതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വർദ്ധിക്കുകയേ ഉള്ളൂ. ഇന്ന് തന്നെ വളരെ അപകടകരമാണ് അവസ്ഥാവിശേഷങ്ങൾ. ആരൊക്കെയോ നമ്മളെ നയിക്കുന്നു. ഇപ്പം ദില്ലിയിൽ നേരത്തെ പരാമർശിക്കപ്പെട്ടത് ഒരു ബലാത്സംഗം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് ബലാത്സംഗമല്ല. അതിഹീനമായ, നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത രീതിയിലുള്ള, എന്തെന്ന് പറയാൻ വാക്കുകളില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ബലാത്സംഗമല്ലല്ലോ അത്, മറ്റെന്തെല്ലാമോ ആണ്, വാക്കുകളില്ല അത് പറയാൻ. പക്ഷെ അതുപോലെ നിരവധി നടക്കുന്നു. അതിന് പിന്നാലെ പലരും ഒച്ച വെച്ചു, വലിയൊരു പ്രശ്നമാക്കി അതിനെ മാറ്റിയെടുത്തു. മാധ്യമങ്ങളിൽ വളരെയധികം വന്നു, ഒരുപാട് സംഘടനകൾ അതിനെ ഏറ്റെടുത്തു. അതിൻ്റെ പേരിൽ ഒരുപാട് കൊള്ളിവെപ്പുകളും നമ്മളെ പൊതുമുതൽ നശിപ്പിക്കലുകളും ഒക്കെ സംഭവിച്ചു. ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതൊക്കെ നമ്മുടെ മുതലാണെന്നുള്ള ബോധം പോലും നമുക്കില്ലാതെയായി പോകുന്നു. പക്ഷേ അവിടെ നിരീക്ഷിച്ച മറ്റൊരു വിഷയമുണ്ട്, എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. അതിനു മുമ്പ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയുണ്ടായിരുന്നു. ധനകാര്യ സ്ഥാപനങ്ങളിലെ വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. വിദേശ നിക്ഷേപത്തെ തുടർന്ന് അവർക്ക് വോട്ടിംഗ് റൈറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും മറ്റു ബുദ്ധിജീവികളുമൊക്കെ ഒറ്റക്കെട്ടായി രംഗപ്രവേശം ചെയ്തത്. ദിവസവും അതായിരുന്നു വാർത്താപത്രങ്ങളിൽ. ഇതങ്ങ് വന്നതോടുകൂടി പിന്നെ ആ വാർത്ത എവിടെ പോയി എന്നറിയില്ല. പിന്നെ മുഴുവൻ ഇതായി. ഇതിൻ്റെ പിന്നാലെയായി മാധ്യമങ്ങൾ മുങ്ങിപ്പോയി. വാർത്തയുണ്ടാക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ആരുടെ സൃഷ്ടികളാണെന്നും ഇതൊക്കെ ഏറ്റെടുക്കുന്നത് ആരെന്നും കുറച്ച് ബുദ്ധിയുള്ളവർ ചിന്തിച്ച് പോയാൽ തെറ്റില്ല. കാണുന്നില്ല വാർത്തയെ. അതിന് തലേന്ന് വരെ വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. കഴിഞ്ഞു, എപ്പോഴത്തേയും കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞു, അതേ ഇല്ല, അത് ഫീൽഡിൽ നിന്ന് പോയി കഴിഞ്ഞു ആ ചർച്ചകൾ.
ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലെങ്കിലും ഒരു ശുദ്ധി പാലിക്കുക, ആചാരശുദ്ധി ഉണ്ടാവുക, ആചരണങ്ങൾ ഉണ്ടാവുക, ശാസ്ത്രസ്വാധ്യായം ഉണ്ടാവുക. മക്കൾ കാണെ അമ്മ വികൃതമായും വികലമായും വസ്ത്രധാരണം ചെയ്താൽ പിന്നെ മക്കൾ അതിനപ്പുറത്തേക്ക് എത്തും. പിന്നെ എന്തു ആവാം, എങ്ങനെയാവാന്നാവും. പിന്നെ നാളെ ദുഃഖിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് പെൺകുട്ടികൾക്ക് മാത്രം പറയുന്നതൊന്നുമല്ല, ആൺകുട്ടികൾക്കുള്ളതാണ്. ഓരോരുത്തരുടെ വസ്ത്രധാരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നിപ്പോവും. ഇവൻ എന്തിനാ ഈ പാൻസൊക്കെ ഇടുന്നതെന്ന് തോന്നും. പകുതി ഇങ്ങോട്ട് താഴ്ത്തിയിട്ടിട്ട് അടിയിൽ അണ്ടർവെയർ മുഴുവൻ കാണിച്ചും കൊണ്ടുള്ള പാൻസ് ഇടുന്ന ഒരു സമ്പ്രദായം. പാൻസും അല്ല, ജീൻസ്. പ്രത്യേകിച്ച് സാന്ദർഭികമായി പറയട്ടെ, ആൺകുട്ടികൾക്ക് ഇത് ഇടിപ്പിക്കരുതേ. പെൺകുട്ടികൾ ജീൻസ് ഇട്ടോട്ടെ, അതിന് യാതൊരു വിരോധവും നമുക്കില്ല. ദയവ് ചെയ്ത് ഈ കൂടിയവരെങ്കിലും ആൺകുട്ടികളെ ജീൻസ് ഇടിപ്പിക്കരുതേ. പെൺകുട്ടികളെ ഇടിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. ആൺകുട്ടികളെ ഇടിപ്പിക്കാൻ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളായി, ഇനി കുട്ടികളൊന്നും വേണ്ട എന്ന അവസ്ഥയിലെത്തിയാൽ ജീൻസ് ഇടാം. അല്ലാതെ ജീൻസ് ഇടരുത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സന്താനോൽപാദനം കുറഞ്ഞു വരുന്നു നാട്ടിൽ. പിന്നെ ഈ സാധനം കൂടി ഇട്ടാനുള്ള സ്ഥിതി എന്താ? അതുകൊണ്ട് ദയവ് ചെയ്ത് അത് കുട്ടികളെ ഇടിയിപ്പിക്കരുത്. ചെറിയ മക്കളിട്ടിട്ട് കാണുമ്പോൾ വിഷമമുണ്ട്. ഇത് വെറുതെ പറയല്ല. അത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഇടാം, തണുപ്പ് രാജ്യങ്ങളിലിടാം. ഇന്ത്യ പാകിസ്ഥാനിലൊന്നും ഇടേണ്ടതല്ല ഈ സാധനം. ഓരോ നാട്ടിന് യോജിച്ച വസ്ത്രം വേണം ഇടുക. സാന്ദർഭികമായി പറഞ്ഞു, ശാസ്ത്രീയമായി ചിന്തിക്കണവർ ചിന്തിച്ചോളൂ. ശരി, ഏതായാലും ഇവിടെ നമ്മൾ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ല. കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, കാരണങ്ങളെ ഇല്ലാതാക്കുക. അങ്ങനെ ദുഷ്കാരണങ്ങളെ ഉണ്ടാക്കുന്ന സമാജ വ്യവസ്ഥ സ്വയം ഗൃഹങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുക. അതേ നമുക്ക് സാധിക്കൂ. ശ്രദ്ധിക്കുക. അക്ബറുദ്ദീൻ ഒവൈസി എന്നു പേരുള്ള ഹൈദരാബാദ് MLA ഈയിടെ നടത്തിയ ഇന്ത്യയിലെ 100 കോടി ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് 15 മിനിറ്റ് മതി എന്ന വിവാദ പരാമർശത്തിനെതിരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ ഇടതു വലത് ഹിന്ദുത്വ സംഘടനകളോ പ്രതിഷേധിച്ചത് കാണാൻ സാധിച്ചില്ല. അല്ല, മതിയാവും കേട്ടോ. ആര് പറഞ്ഞു? സത്യം പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ പ്രതിഷേധിക്കുക? ഇങ്ങനെ നിഷ്ക്രിയത്വത്തിൻ്റെ, ഇങ്ങനെ അകർമ്മണ്യതയുടെ, ഇങ്ങനെ ആലസ്യത്തിൻ്റെ, ഇങ്ങനെ അനൈക്യത്തിൻ്റെ പാതയെയാണ് നമ്മൾ അവലംബിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞത് സത്യമല്ലേ? അങ്ങനെ സത്യം പറഞ്ഞാൽ പിന്നെ എന്തിനാ പ്രതിഷേധിക്കുന്നത്? ഇത്തരം വർഗീയ വിഷയങ്ങളെ ഉന്മൂലനം ചെയ്യേണ്ടതല്ലേ, വളർത്തുകയല്ലേ വേണ്ടത്? വളർത്തുകയാണ്. ഇവിടെ ഏത് നിയമം പാസ്സാക്കുമ്പോഴും അതിൽ ആദ്യത്തെ വകുപ്പ് കഴിഞ്ഞാൽ മറ്റൊരിടത്ത് അന്യഥ പറഞ്ഞില്ലെങ്കിൽ ഇത് ഈ നിയമം കാശ്മീരിൽ, ജമ്മു കാശ്മീരിൽ പ്രാബല്യത്തിലില്ലെന്നുള്ളതാണല്ലോ വകുപ്പ്. ഒന്നുകിൽ 2ാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ 3ാമത്തെ സെക്ഷൻ ഇതായിരിക്കും. അതേസമയത്ത് സ്പെഷ്യൽ പാക്കേജസുകളായി കോടിക്കണക്കിന് രൂപയാണ് ജമ്മു കാശ്മീരിന് വേണ്ടി ഭാരതം ചെലവഴിക്കുന്നത്. കോടിക്കണക്കിന് സ്പെഷ്യൽ പാക്കേജുകൾ. എന്നിട്ട് ഇത് മുഴുവൻ അനുഭവിച്ച് അവിടെ സ്ഥാനത്ത് ഭരണം നടത്തുന്നവനാ പറയുന്നത് ഞങ്ങളുടെ ശത്രു വാസ്തവത്തിൽ പാകിസ്ഥാനല്ല, ഇന്ത്യയാണെന്ന്. അത് വെണ്ടക്കയിൽ പത്രത്തിൽ അടിച്ചു വന്നാലും ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് അവൻ്റെ സ്വീകരണത്തിന് തന്നെ പോകുന്നു. അവന് വീണ്ടും ഈ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കുന്നു കേന്ദ്രം. അപ്പോൾ ഇതൊക്കെ വളർത്തുകയല്ലേ വേണ്ടത്? തളർത്തുകയാണ്. ഇത്തരം വർഗീയ നീക്കങ്ങൾക്ക് പുറമെ വിവിധതരം ജിഹാദുകളും നായവെട്ട് ഉൾപ്പെടെയുള്ള പരിശീലനങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ഹിന്ദുക്കൾ തയ്യാറായില്ലെങ്കിൽ ഹിന്ദു കൂട്ടക്കുരുതി എന്ന ചരിത്രം വീണ്ടും ആവർത്തിക്കില്ലേ? താങ്കൾ ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ മോക്ഷം, ആധ്യാത്മികത എന്നിവയ്ക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ സ്വന്തം നിലനിൽപ്പ് പോലും അനിശ്ചിതത്വത്തിലായ ഹിന്ദു എന്ന വംശത്തിന് നിലവിലെ ഹൈന്ദവ സംഘടന പോലും അപര്യാപ്തമല്ലേ? എന്താണ് പോംവഴി? പോംവഴി ഓരോരുത്തരും ഉയരുക, ഉണരുക, ധർമ്മബോധമുള്ളവരാവുക, ശാസ്ത്രബോധമുള്ളവരാവുക. ശാസ്ത്രം ജീവിതത്തിൻ്റെ മാർഗത്തെയും ലക്ഷ്യത്തെയും സ്പഷ്ടതരമായി പറഞ്ഞു തരും. ശാസ്ത്രബോധത്തോടു കൂടി ജീവിക്കുക. ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ ഐക്യം ഉണ്ടാവും. ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ അശാസ്ത്രീയങ്ങളായ നമ്മളെ ഛിന്നിപ്പിക്കുന്ന ഒരു പ്രവണതയും പ്രക്രിയയും സംഭവിക്കില്ല. ഇവിടെ
സർക്കാർ ചോദിച്ചാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നത്. ഭാരതത്തിൻ്റെ തനത് സംസ്കൃതിയെ ആദരിക്കുന്ന ഏവരും തന്നെ ഈ പറഞ്ഞ സംഗച്ഛധ്വം, സംവദധ്വം തുടങ്ങിയ മന്ത്രങ്ങളെ ഉൾക്കൊണ്ട് വസിക്കുന്നവരാകുക എന്നതേ വഴിയുള്ളൂ. ധർമ്മബോധമുള്ള ഏത് മതവിശ്വാസിയും ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മതമില്ലാത്തവനായിക്കോട്ടെ, യുക്തിവാദം എന്ന മതത്തിൽ വിശ്വസിക്കുന്നവനായിക്കൊള്ളട്ടെ, ഹിന്ദു എന്നുള്ള മതത്തിലായിക്കോട്ടെ, ഹിന്ദു മതമല്ലെങ്കിലും ആരോ ആവട്ടെ, ധർമ്മബോധമുള്ളവർ സുശക്തരാവുക, ധർമ്മബോധമുള്ളവർ ഐക്യത്തിൽ മുന്നോട്ട് പോവുക, തുറന്ന് കാണിക്കാൻ സാധിക്കുക. ധീരതയുള്ള വ്യക്തിത്വം വാർത്തെടുക്കുക. മരണം ഒരിക്കലേ ഉള്ളൂ. അത് ധർമ്മത്തിന് വേണ്ടി മരിക്കുക. സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മത്തിൽ മരിക്കുന്നത് ശ്രേയസ്കരമാണ്. ഗീതയിൽ ആവർത്തിച്ചു പറഞ്ഞു. ഈ സ്വധർമ്മനിഷ്ഠ സ്വയം നേടുക, മക്കൾക്ക് നൽകുക, അതേ പറയാനുള്ളൂ. ഇന്ത്യൻ പട്ടാളത്തിലെ 2 ജവാന്മാരെ കഴുത്തറുത്ത് കൊന്ന് ശരീരം വികൃതമാക്കിയത് ചില തീവ്രവാദ സംഘടനകളുടെ കുത്സിത ശ്രമമാണ് എന്ന് തോന്നുന്നു. ഇതിൻ്റെ ലക്ഷ്യം 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭീകരമായ യുദ്ധമാണെന്നും തോന്നുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. യുദ്ധം നിലവിലില്ലാത്ത സന്ദർഭത്തിൽ, വെടിനിർത്തൽ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഏകപക്ഷീയമായി നിരന്തരം ആ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗം. അങ്ങേയറ്റം സഹിഷ്ണുതയോടുകൂടി നിലനിൽക്കുന്നു ഈ ഭാഗം. അതിന് കാരണങ്ങൾ അനേകമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് പട്ടാളവും ഭരണാധികാരികളും 2 തന്നെയാണ്. എപ്പോഴും പരസ്പരം അട്ടിമറിക്കാനുള്ള ഭാവത്തോടുകൂടി നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ സ്റ്റെബിലിറ്റി ഇല്ല. എന്നും ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് കൂടിയാണ് ഈ ഭാഗത്തുനിന്ന് സംയമം പാലിക്കുന്നത്. അല്ലാതെ അത് ഭാരതത്തിൻ്റെ കഴിവുകേട് കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് പട്ടാളം ചെയ്യുന്നതായാലും ഭരണകൂടം ചെയ്യുന്നതായാലും അത് രാഷ്ട്രം ചെയ്യുന്നതാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ അവശ്യ ഘടകങ്ങളാണ് പട്ടാളവും ഭരണകൂടവുമെല്ലാം. ഈ കാഴ്ചപ്പാടോടുകൂടി ശക്തമായ നിലപാടിൽ നമ്മുടെ രാഷ്ട്രം നിലകൊള്ളുന്നു, മുന്നോട്ട് പോകുന്നു. ആ നിലയ്ക്ക് നമ്മുടെ പട്ടാളാധികാരികളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പല സംഘടനകളുണ്ടാവും. പക്ഷേ ആ സംഘടനകളെ വേര് പിടിച്ച് പടർന്ന് പന്തലിക്കാൻ അനുവദിച്ചത് ഭരണക്കാരാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതിഭീകരങ്ങളായ മതസംഘടനകളെ വളരാൻ അനുവദിക്കുന്നു, വളർന്ന് വലുതാകുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഒരു നുള്ളിയെടുക്കാവുന്നതിനെ അറുത്തുമാറ്റാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വളർത്തുന്നു. ഇതാണ് ഇവിടെയും കാണുന്നത്. യഥാസമയത്തുള്ള നടപടിയില്ലായ്മയുടെ പരിണാമമാണ്. ഈ പരിശുദ്ധമായ വേദിയിലും ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ ഗൂഢലക്ഷ്യമുണ്ടാവാം എന്ന് തോന്നുന്നു. ചില പ്രകോപനപരങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ച് അണികളിലും ശ്രോതാക്കളിലും പെട്ടെന്ന് വികാരം കൊള്ളുന്നവരിലും പ്രകോപനമുണ്ടാക്കി ഈ വേദിയുടെ മഹത്തായ ലക്ഷ്യത്തെ കുറച്ചു സമയത്തേക്കെങ്കിലും തടയിടാൻ ശ്രമിക്കുന്ന സ്ഥാപിത താൽപ്പര്യക്കാരുടെ കുരുട്ടുബുദ്ധിയെ കണ്ട് അറിയണമെന്നും അതിൽ ശ്രോതാക്കളെ കുടുങ്ങിപ്പോവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. പല താല്പര്യവും പലർക്കും ഉണ്ടാവും. അറിയാൻ ചോദിക്കുന്നവരുണ്ടാവും, അറിയിക്കാൻ ചോദിക്കുന്നവരുണ്ടാകും, അളക്കാൻ ചോദിക്കുന്നവരുണ്ടാകും, നേരം പോക്കിന് ചോദിക്കുന്നവരുണ്ടാകും, ഇനി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചോദിക്കുന്നവരുണ്ടാവും. അത് ചോദിക്കുന്നവരുടെ താത്പര്യമാണ്, ബുദ്ധിയാണ്. പക്ഷേ മറുപടി പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. സത്യസന്ധമായും വസ്തുനിഷ്ഠമായും അല്ലാതെ മറുപടി പറയാറില്ല. അറിയാത്ത വിഷയങ്ങളെ അറിയില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. ആ മറുപടി ഒരു പ്രകോപനമുണ്ടാക്കാനോ ധ്രുവീകരണമുണ്ടാക്കാനോ ഉള്ള ഉദ്ദേശത്തിലല്ല.
ഇനി സത്യസന്ധമായി ചില വർത്തമാനങ്ങൾ പറയുമ്പോൾ അങ്ങ് പ്രകോപിതരാവുകയാണെങ്കിൽ അത്ര നിയന്ത്രണം ഇല്ലാത്തവനങ്ങ് പ്രകോപിതനായിക്കൊള്ളട്ടെ. അതേ ഉള്ളൂ. ആ ഒരു നിലപാടിൽ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന ഒരു നിലപാടിലാകുന്നു ഈ മറുപടികളെല്ലാം പറഞ്ഞു പോരുന്നത്. അതുകൊണ്ട് ഒരാളുടെ ഉദ്ദേശം എന്തു തന്നെയായാലും അതല്ല ഇവിടെ ഫലിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് എന്താ എന്നുള്ളതാണ്. ആര്യസമാജ പ്രസ്ഥാനം അദ്വൈതികളുടെ മായാസിദ്ധാന്തത്തെയും മോക്ഷത്തെയും വിമർശിക്കുന്നു. ഇത് അവൈദികമാണെന്ന് അവർ പറയുന്നു. ആയിക്കോട്ടെ, അതിനെന്താ? ഒരേ കാഴ്ചപ്പാട് മാത്രമേ പാടുള്ളൂ. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഹിന്ദുധർമ്മത്തിൻ്റെ സവിശേഷത. അനേക ദർശനങ്ങൾ, അനേക ദാർശനികരുടെ ചിന്താഭേദങ്ങൾ, അതിനെയൊക്കെ ഒരുപോലെ ആദരിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. എല്ലാവരും അദ്വൈത പക്ഷികളല്ല, എല്ലാവരും ദ്വൈതപക്ഷികളല്ല, എല്ലാവരും വിശിഷ്ടദ്വൈത പക്ഷികളല്ല. പല പക്ഷങ്ങൾ ഇവിടെയുണ്ട്, എല്ലാം വേണം. നമ്മൾ അദ്വൈത പക്ഷത്തെ സമാശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും അദ്വൈതിയാവണമെന്ന് പറയില്ല. ഓരോ വ്യക്തിയുടെയും ബൗദ്ധിക തലമെന്തോ ചിന്താവികാസമെന്തോ അതിനനുസരിച്ച് അവനൊക്കെയും എത്തിപ്പിടിക്കാനുള്ള ദാർശനിക തലങ്ങൾ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈശ്വരൻ 4 ഋഷികൾക്ക് സൃഷ്ടിയുടെ ആരംഭത്തിൽ നേരിട്ട് കൊടുത്ത ജ്ഞാനമാണ് വേദസംഹിത എന്നവർ വിശ്വസിക്കുന്നു. ജീവാത്മാവ്, പരമാത്മാവ്, പ്രകൃതി എന്നിവ സ്വതന്ത്ര സത്തകളാണെന്നും മായാവാദത്തെപ്പറ്റി വേദസംഹിതകളിലൊന്നും പറഞ്ഞിട്ടില്ലെന്നും 4 മഹാവാക്യങ്ങൾ വേദസംഹിതകളിൽ ഇല്ലെന്നും പറയുന്നു. അവരുടെ മോക്ഷം ജീവാത്മാവ് പരമാത്മാവിൽ പരാന്തകാലം അധിവസിക്കുന്നതാകുന്നു. വേദാന്തികളുടെ ജീവൻ മുക്തി അവൈദികമാണെന്ന് പറയുന്നു. സ്വാമിജി മറുപടി തന്ന് സംശയം തീർത്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് അവർ പറയുന്നതിന് വിരോധമില്ല, അവർക്കത് പറയാം, സ്വാതന്ത്ര്യമുണ്ട്. ആര്യസമാജത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു, ദ്വൈതികളെയും നമ്മൾ ബഹുമാനിക്കുന്നു, വിശിഷ്ടദ്വൈതികളെയും നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം വ്യത്യസ്ത ദർശനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് ഇവിടെ. അതെല്ലാം ഭാരതീയമാണ്, വൈദികമാണ്. സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാഭൃശം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം ന വിരുദ്ധ്യതേ. അദ്വൈതിയുടെ നിലപാടിനെ വ്യക്തമായി പരമാചാര്യർ, ഗൗഡപാദാചാര്യർ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാഭൃശം. സ്വന്തം സിദ്ധാന്തം മാത്രം ശരിയെന്നുള്ള കാഴ്ചപ്പാടിൽ വളരെ ബലപൂർവകമാണ് ദ്വൈതികൾ വർത്തിക്കുന്നത്. പരസ്പരം വിരുദ്ധ്യന്തേ, അതുകൊണ്ട് അവർ പരസ്പരം വിരോധിക്കുന്നുണ്ട്. തൈഹി അയം ന വിരുദ്ധ്യതേ, അവരോടുകൂടെ വേദാന്ത ദർശനത്തിനൊരു വിരോധവും ഇല്ല. കാരണം അയാളുടെ തലത്തിൽ അയാൾ പറയുന്നു, ഇയാളുടെ തലത്തിൽ ഇയാൾ പറയുന്നു, ഇത്രയേ ഉള്ളൂ. അത് കണ്ടെത്താനുള്ള വൈഭവം വേദാന്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ചോദ്യം വീണ്ടും വരുന്നു, ഇത് അവൈദികമാണെന്ന് അവർ പറയുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിഡ്ഢിത്തം, വേറൊന്നുമില്ല. കാരണം വേദമെന്നാൽ സംഹിതയാണ് എന്ന് ധരിച്ചു വെച്ചവരോട് എന്ത് പറയാൻ കഴിയും? അവരാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും എന്ന് പ്രസംഗിക്കുന്നത്. വേദങ്ങളിൽ നിന്ന് ഭിന്നമാണ് ഉപനിഷത്തുക്കൾ എന്നവർ പ്രസംഗിക്കുന്നു. എന്നിൽ നിന്ന് ഭിന്നമായിട്ട് തല എന്നതുപോലെ ഞാനും എൻ്റെ തലയും വേദങ്ങളും ഉപനിഷത്തുക്കളും. വിഡ്ഢിത്തം. വേദങ്ങളുടെ അവശ്യഭാഗമാണ് ഉപനിഷത്ത്, അല്ലാണ്ട് വേദബാഹ്യമല്ല. സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും ഒരുപോലെ വേദശരീരത്തിൻ്റെ അംഗങ്ങളാണ്. ഭഗവാൻ ഭാഷ്യകാരൻ ആവർത്തിച്ച് ഉപനിഷത്തിനെ എവിടെ പരാമർശിക്കുമോ അവിടെയൊക്കെ ശ്രുതേഹേ 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 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അതിൽ സംഹിത മാത്രമേ വേദമുള്ളൂ, ഉപനിഷത്ത് വേദമല്ല എന്നാദ്യമേ തെറ്റു പറയുന്നു. എന്നിട്ട് ഔപനിഷദമായതിനെ അവൈദികമെന്ന് പറയുന്നു. എന്ത് കഷ്ടമെന്ന് പറയാൻ, കഷ്ടമെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഒരു സമഗ്രമായ കാഴ്ചപ്പാട്, സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും ഒരുപോലെ വേദത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇവയിൽ പറഞ്ഞതെല്ലാം വൈദികമാണ്. ഇനി ഇവയിൽ പറഞ്ഞത് മാത്രമാണോ വൈദികം? അല്ല. വേദത്തിൻ്റെ അവശ്യ അംഗങ്ങളായി ഷഡ്ശാസ്ത്രങ്ങളുണ്ട്.
ശിക്ഷയും കൽപ്പവും വ്യാകരണവും നിരുക്തവും ഛന്ദസ്സും ജ്യോതിഷവും. ഇതിൻ്റെ അനുബന്ധങ്ങളുണ്ട്. ആയുർവേദവും ധനുർവേദവും സ്ഥപത്യവേദവും ഗാന്ധർവവേദവും അർത്ഥശാസ്ത്രവും. ഇതിനെ ജനസാമാന്യത്തിന് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഇതിഹാസ പുരാണമുണ്ട്. വാൽമീകിയ രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും. എന്തേ? ഇവയെല്ലാം വൈദികങ്ങളല്ലേ? ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആഗമശാസ്ത്രങ്ങളുണ്ട്. ശൈവവും വൈഷ്ണവും ശാക്തേയവും എന്നീ ഭേദങ്ങളിൽ. എന്തേ? അവ വൈദികങ്ങളല്ലേ? ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായൊരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ഞാൻ വിചാരിക്കുന്നത് മാത്രം, ഞാൻ ആശ്ലേഷിച്ചത് മാത്രം എന്ന് പറയരുത്. ആ രീതിയിലുള്ള ഒരു സനാതനധർമ്മത്തിൻ്റെ വൈദികമായ മൊത്തം ഗ്രന്ഥസമുച്ചയങ്ങളുടെ അല്ലെങ്കിൽ ഉപദേശ സമുച്ചയങ്ങളുടെ ദൃഷ്ടി, അവയെ ആദരവോടുകൂടി കാണുന്ന ഒരു ഭാവന, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു സമഗ്ര വീക്ഷണമില്ലാതെ പലപ്പോഴും സംഭവിക്കുന്നത് എന്തെന്നാൽ, കർമ്മകാണ്ഡികളെന്ന് പറയുന്നവർ വേദാന്തികളെ നിന്ദിക്കുന്നു, വേദാന്തികളെന്ന് പറയുന്നവർ കർമ്മകാണ്ഡികളെ നിന്ദിക്കുന്നു. ഇത് രണ്ടും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരാനയിൽ അന്ധരെന്ന പോലെ എന്ന് പറയാം. ഒരാനയിൽ അന്ധരെന്ന പോലെ, അത്രയേ ഉള്ളൂ. ആനയെ കാണാൻ പോയ അന്ധന്മാർ, ഒരാൾ ചൂല് പോലെ എന്ന് പറഞ്ഞു, ഒരാൾ പന പോലെ എന്ന് പറഞ്ഞു, ഒരാൾ മുറം പോലെ എന്ന് പറഞ്ഞു. ആര്? ആന. അത്രയേ ഉള്ളൂ. ചെവി പിടിച്ചവൻ ആന മുറം പോലെ, കാല് പിടിച്ചവൻ ആന എന്ന് പറഞ്ഞാൽ പന പോലെ, വാല് പിടിച്ചവൻ ആന എന്ന് പറഞ്ഞാൽ ചൂല് പോലെ. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആനയുടെ അംഗങ്ങൾ. ഇത് ചേർന്നതാണ് ആന എന്ന് അവൻ അറിയുന്നില്ല. നമ്മളിവയെ എല്ലാം ആദരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വികലങ്ങളായ വീക്ഷണങ്ങൾ പറയുന്നവരെയും നമ്മൾ ആദരിക്കുന്നു. കാരണം അവരൊരു ഭാഗേ പിടിച്ചിട്ടുള്ളൂ വെച്ചാലും അവരും വേദത്തെ തന്നെയാണ് പിടിച്ചത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ കലഹത്തിനും തർക്കത്തിനും പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ ദ്വൈതികളെന്നും അദ്വൈതികളെന്നും മീമാംസകന്മാരെന്നും നൈയായികന്മാരെന്നും മറ്റും പറഞ്ഞ് കലഹിക്കേണ്ട സമയമല്ല. കലഹിക്കേണ്ട സമയമല്ല. പക്ഷെ എന്ത് ചെയ്യാനൊക്കും? ശങ്കരാചാര്യസ്വാമികളെയും ഉപനിഷത്തിനെയും ഒക്കെ ഒരു പ്രാവശ്യമെങ്കിലും കുറ്റം പറഞ്ഞാൽ മാത്രമേ ഉറക്കം വരൂ എന്നുള്ള ആ ഉറക്കമില്ലായ്മ രോഗമുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ശങ്കരാചാര്യസ്വാമികൾ ഒരിക്കലെങ്കിലും ഒന്ന് കുറ്റം പറയണം. വേദാന്തത്തെ ഒരിക്കലെങ്കിലും ഒന്ന് കുറ്റം പറയണം. ഈ സമൂഹത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത് വേദാന്തമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞത് ശങ്കരാചാര്യസ്വാമികളുടെ മായാവാദമാണ്. ഇവനൊന്ന് പഠിക്കാൻ തയ്യാറുണ്ടോ എന്താ മായാവാദമെന്ന്? ചിന്തിക്കുക. ഒന്നുമില്ലെങ്കിൽ അന്ന് ശങ്കരാചാര്യസ്വാമികൾ ജനിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ശങ്കരാചാര്യരെ വിമർശിക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. ഇന്ന് വിമർശിക്കാൻ നമ്മളുള്ളത് അന്ന് ശങ്കരാചാര്യസ്വാമികൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി വൈഭവം വേണ്ടേ? ഇത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പറയാനുള്ളത്, ഇന്ന് ദ്വൈതികളും വിശിഷ്ടദ്വൈതികളും അദ്വൈതികളും എല്ലാം കലഹിക്കേണ്ട സന്ദർഭമല്ല. ഇതെല്ലാം ഒരു വേദകൽപ്പതരുവിൻ്റെ കീഴിലുള്ള, അതിൻ്റെ ഛായയിലുള്ള വ്യത്യസ്ത സമ്പ്രദായ ഭേദങ്ങളും വീക്ഷണഭേദങ്ങളുമാണെന്ന് മനസ്സിലാക്കി ആദരവോടുകൂടി ഏകീഭവിച്ച് ഒന്നിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് തൈരയം ന വിരുദ്ധ്യത എന്നുള്ള ഗൗഡപാദാചാര്യരുടെ വാക്യം സദാ ഓർമ്മിക്കുക. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം തുടങ്ങിയ സിദ്ധാന്തങ്ങളെപ്പറ്റി ലളിതമായൊന്ന് പറഞ്ഞു തരാമോ? ഇതിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ? രേവതി പട്ടത്താനം ഇതുമായി ബന്ധമുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ദേശീയതയും ധാർമ്മിക മൂല്യങ്ങളും കുറഞ്ഞു കാണുന്നതിന് കാരണമെന്താണ്? സനാതനധർമ്മത്തിലെ
സനാതനധർമ്മത്തിൽ ഒരു വാചകം വായിച്ചിട്ടില്ല, മനസ്സിലാവുന്നില്ല. ഹിന്ദുത്വത്തിലെ ചിന്തകളെ വർഗീയത ആരോപിക്കാൻ കാരണം എന്താണ്? ഇവിടെ ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം തുടങ്ങിയ സിദ്ധാന്തങ്ങൾ ഇതെല്ലാം തന്നെ വൈദികമാണ്. ഈ പ്രപഞ്ചത്തെ എന്ന് മനുഷ്യൻ കണ്ടു അന്നു മുതൽ ഇതവൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. വൈവിധ്യപൂർണങ്ങളായ ഘടകങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം എന്താണ്? ഒന്നിനൊന്ന് വിലക്ഷണങ്ങളായ ഘടകങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമക്രമം ഞാൻ കാണുന്നുണ്ട്. എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന, ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നിയമക്രമം. നിയമക്രമമുണ്ടെങ്കിൽ നിയാമകൻ ഉണ്ടായിരിക്കണം. ആരാണ് നിയാമകൻ? കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം. എന്താണ് ഈ പ്രപഞ്ചമാകുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാന കാരണം? സർവോപരി ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ്? ദാർശനിക ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ ജഗത്ത്, ഈശ്വരൻ, ജീവൻ. എന്താണിത്? ഇതിനെ സംബന്ധിക്കുന്ന ജിജ്ഞാസ അനാദികാലമായി മനുഷ്യനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ജിജ്ഞാസയ്ക്ക് സമാധാനം അന്വേഷിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയവരാണ് ദാർശനികന്മാർ. ആ അന്വേഷണത്തിന് വേദ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചവർ ആസ്തിക ദർശനങ്ങളെ ചെയ്തു. വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്തവർ നാസ്തിക ദർശനങ്ങളെ ചെയ്തു. ഇങ്ങനെ ദർശന ഭേദങ്ങളുണ്ടായി. ആസ്തിക ദർശനങ്ങളെ തന്നെ നമുക്ക് പലതായി തിരിക്കാം, പ്രധാനമായ 6 വിഭാഗങ്ങളിൽ. അതിൽ വേദാന്തം എന്നുള്ള ഒരു ദർശനത്തിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട 3 അവാന്തര വിഭാഗങ്ങളാണ് ഈ ദ്വൈത, വിശിഷ്ടദ്വൈത, അദ്വൈത പക്ഷഭേദങ്ങൾ. അവിടെ ഈശ്വരൻ, ജീവൻ, ജഗത്ത് എന്ന് പലതായി കാണുന്നത് പലതല്ല. ഏകവും അദ്വിതീയവുമായ സത്യമാണ് പലതായി കാണപ്പെടുന്നത്. ഉപാധിഭേദത്തിനനുസൃതമായി പല ഭാവങ്ങളിൽ സ്ഫുരിക്കുന്നത് സത്യം ഏകമാണ്, അദ്വിതീയമാണെന്നുള്ളതാണ് അദ്വൈതം. ഈശ്വരൻ്റെ അംശങ്ങളായിട്ടാണ് ജീവഭാവങ്ങൾ നിലകൊള്ളുന്നത്. ഈശ്വരൻ്റെ അംശങ്ങളാണ് നമ്മളെല്ലാം. പരമേശ്വരൻ്റെ അംശങ്ങൾ, പരമാത്മാവിൻ്റെ അംശങ്ങൾ. അങ്ങനെ അംശഭാവത്തിൽ വന്നതുകൊണ്ട് സർവജ്ഞത്വം, സർവശക്തിമത്വം തുടങ്ങിയ ഭാവങ്ങൾ അല്പം നമ്മളിൽ കുറഞ്ഞു വന്നുപോയി. അതുകൊണ്ട് സാധനാവിശേഷങ്ങളിലൂടെ തത്വജ്ഞാനത്തിലേക്ക് ഉയർന്ന് ഈശ്വര അംശമാണ് താനെന്ന സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് സ്വയം തിരിച്ചു ചേരാനും വിലയിക്കാനും സാധിക്കും. ആ പരമാത്മാവിൽ ലയിക്കുന്നതാണ് മോക്ഷം. അതാണ് വിശിഷ്ടദ്വൈതികളുടെ സാരം. ഈശ്വരനും ജീവനും ഭിന്നൻ തന്നെയാണ്, ഒരിക്കലും ഒന്നല്ല, ഭിന്നമാണ്. സർവജ്ഞൻ, സർവശക്തിമാൻ, സർവവ്യാപി തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി ഈശ്വരൻ വർത്തിക്കുന്നു. അല്പശക്തിമാനും അല്പജ്ഞനും മറ്റുമായി ജീവൻ. ഈ ജീവൻ സച്ചിദാനന്ദ പരിപൂർണനായിരിക്കുന്ന ഈശ്വരനെ സ്തുതികളിലൂടെ ഉപാസിച്ച് സൽക്കർമ്മങ്ങളിലൂടെ ആദരിച്ച് ആരാധിച്ച് ചിത്തശുദ്ധിയെ നേടി ആ ചിത്തശുദ്ധിയിലൂടെ ഈശ്വരനെ അറിഞ്ഞ് അതിലൂടെ പുണ്യത്തെ പ്രാപിച്ച് ഉയരണം, ദുഃഖനിവൃത്തിയിലേക്ക് എത്തണം. അതാണ് ദ്വൈതികൾ പറയുന്നത്. ഇപ്പം രണ്ടെന്ന് ദ്വൈതം, അംശങ്ങളെന്ന് വിശിഷ്ടദ്വൈതം, ഏകമെന്ന് അദ്വൈതം. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രശ്നം, രേവതി ഭട്ടത്താനം ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഭട്ടത്താനത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ വിദ്വൽ സദസ്സുകളെ എല്ലാ രാജാക്കന്മാരും പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിദ്വൽ സദസ്സുകൾ എല്ലാ രാജസഭകളിലും വിദ്വൽ സദസ്സുകളുണ്ടായിരുന്നു. അതുപോലെ സമൂദ്രിയുടെ പ്രസിദ്ധമായ വിദ്വൽ സദസ്സായിരുന്നു രേവതി ഭട്ടത്താനം.
ധാർമ്മിക മൂല്യങ്ങൾ കുറഞ്ഞു കാണുന്നതിന് കാരണം മൊത്തം സമൂഹത്തിൻ്റെ മൂല്യ വിഷയത്തിൽ വന്ന തത്പരതയുടെ കുറവാണ്. നമ്മുടെ ധർമ്മനിഷ്ഠയിൽ വന്ന ന്യൂനതയാണ്. ബാഹ്യങ്ങളായ പല പൊങ്ങച്ചങ്ങളും ജാടകളും മാത്രം മതി എന്ന് തോന്നി വശായതിൻ്റെ ഫലമാണ്. ഒരുപാട് പരസ്പര പൂരകങ്ങളായ കാരണങ്ങളുണ്ട്, ഒരുപാട്, കുറച്ചൊന്നുമല്ല. അത് പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ നിലയ്ക്കും മഹത്വപൂർണമായൊരവസ്ഥയുള്ള ഭൂതകാലത്തിലേക്ക്. പക്ഷേ അതുകൊണ്ട് തന്നെ ക്ഷയത്തെ അതുണ്ടാക്കി തീർത്തു എന്ന് പറഞ്ഞു. അനാചാരങ്ങളെ ഉണ്ടാക്കി തീർത്തു, ദുരാചാരങ്ങളെ ഉണ്ടാക്കി തീർത്തു. മനുഷ്യനെ തിരിച്ചറിയാത്ത അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേർന്നു. മനുഷ്യനെ ഒന്ന് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി മതാന്തരങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടുന്ന അവസ്ഥാവിശേഷം മനുഷ്യനുണ്ടായി. കാരണം മനുഷ്യനായി തിരിച്ചറിഞ്ഞിരുന്നില്ല. തീയപ്പാടും പുലയപ്പാടും പറയപ്പാടും എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തിയവർ. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുണ്ട്, കൊച്ചില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോർ, എന്തൊക്കെയായിരുന്നു. മനുഷ്യരായൊന്ന് അറിയപ്പെടാൻ മതാന്തരങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥാവിശേഷം. അതുപോലെ തന്നെ സാമ്പത്തികവും ജാതീയവും ഒക്കെയായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല പല പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി. ദുഃഖിക്കുന്നവൻ്റെ ദുഃഖത്തെ തിരിച്ചറിയാതെ ഭൂരിപക്ഷം നിലകൊള്ളുമ്പോൾ എന്താണ് രക്ഷാമാർഗം എന്ന് അന്വേഷിച്ച് ഏതറ്റം വരെയും പോകും. ഇതൊക്കെ സംഭവിച്ചു. ഇന്നലെ വരെ തന്നെ പീഡിപ്പിച്ച, തന്നെ നിരന്തരം ഉപദ്രവിച്ച ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ വന്നു ചേർന്ന ദോഷം ശാസ്ത്രസിദ്ധമല്ല എങ്കിൽ പോലും ആ വ്യവസ്ഥ ഏത് ശാസ്ത്രത്തെ അനുമോദിച്ചോ, ഏത് ആചരണ വിശേഷങ്ങളെ അനുഷ്ഠിച്ചോ അതിനെ മൊത്തം എതിർക്കുന്ന സ്വഭാവം പിന്നീട് വന്നു ചേർന്നു. അങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കമ്മ്യൂണിസത്തിൻ്റെ മാർഗത്തിൽ പോയവർ ക്ഷേത്രത്തിനും ശാസ്ത്രത്തിനുമൊക്കെ വിരുദ്ധമായൊരു നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. അപ്പം അതുകൊണ്ടാണ് പരസ്പര പൂരകങ്ങളായ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ, പൈതൃകത്തെ, ധർമ്മമൂല്യങ്ങളെ തള്ളിപ്പറയുന്നൊരവസ്ഥാവിശേഷം ഇടക്കാലത്ത് വന്നു. പക്ഷേ ഇന്ന് വളരെയധികം വലിയ ഒരു തിരിച്ചുവരവ് സംഭവിക്കുന്നുണ്ട്. യുവസമൂഹം നല്ലപോലെ ചിന്തിക്കുന്നുണ്ട്, നല്ലപോലെ. ചിലപ്പോൾ വ്യാപകമായി കണ്ടില്ലെന്ന് വന്നേക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ക്രിയാത്മക ന്യൂനപക്ഷം എന്ന് പറയാവുന്ന നിലയ്ക്ക് നമ്മൾ അപഗ്രഥിച്ച് നോക്കിയാൽ ചെറിയ പരിവർത്തനമല്ല നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, വലിയ പരിവർത്തനമാണ്. അത് കൂടുതലായി സംഭവിക്കട്ടെ. സ്വത്വത്തെ തിരിച്ചറിയാനുള്ള ഔത്സുക്യം നമ്മളിൽ വളരട്ടെ എന്ന് മാത്രം പറയുന്നു. വർഗീയത ആരോപിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിവരക്കേട് എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. ഉള്ളവൻ്റെ വർഗം, ഇല്ലാത്തവൻ്റെ വർഗം, മാമോദീസ മുക്കിയവൻ്റെ വർഗം, മുക്കാത്തവൻ്റെ വർഗം, സുന്നത്ത് ചെയ്തവൻ്റെ വർഗം, ചെയ്യാത്തവൻ്റെ വർഗം, ഒരു വർഗഭേദവും പറയാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആശീർവദിച്ച ഒരു സംസ്കൃതി, എത്ര വിശ്വം ഭവത്തി ഏക നീടം എന്ന മന്ത്രത്തെ ഓതിത്തന്നൊരു പാരമ്പര്യം, അതെങ്ങനെ വർഗീയമാകും? തിരിച്ചറിയില്ല. വില്ലായ്മയിൽ നിന്ന് വരുന്ന ഒരു പദപ്രയോഗമാണ് ഇത്. പിന്നെ അങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ രൂഢമായി കഴിഞ്ഞാൽ അതങ്ങ് ഏറ്റെടുക്കും. ചില ആധ്യാത്മിക പ്രഭാഷകന്മാർ പോലും അടിപൊളി തുടങ്ങിയ ശബ്ദങ്ങളെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം? അടിച്ചു പൊളിക്കുക എന്നുള്ളതാണോ? അല്ലല്ല, നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ്. അതെങ്ങനെയാണ് ഇത് വന്നത്? അതെങ്ങനെയാണ് വന്നേ? പദം രൂഢമായി കഴിഞ്ഞാൽ അനർത്ഥത്തിൽ ഉപയോഗിക്കും, ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പ്രചരിതമാകും. അതുപോലെ വർഗീയം എന്നങ്ങ് പറഞ്ഞായി തീർന്നു. ഇപ്പോൾ വർഗീയം എന്ന് പറഞ്ഞാൽ ഹിന്ദുധർമ്മം എന്നായിട്ടുണ്ട്. നല്ലത് തന്നെ, സന്തോഷം.
സൗന്ദര്യലഹരി എന്ന കൃതി ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യരാൽ എഴുതപ്പെട്ടതാണെന്നും അല്ലെന്നും രണ്ടഭിപ്രായങ്ങളുണ്ടല്ലോ. സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ താല്പര്യം. സൗന്ദര്യലഹരി ശാങ്കരകൃതമായിട്ടാണ് അറിയപ്പെടുന്നത്. ആദ്യം പറയുന്നു, ശാങ്കരകൃതികളിലാണ് സൗന്ദര്യലഹരിയെ നാം മാനിക്കുന്നത്. മനസ്സിലാക്കുക, 4 മഠങ്ങളിലുമായി ഇന്നേ വരെ ഒരു 280 ശങ്കരാചാര്യന്മാരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ വലിയ വിദ്വാൻമാരും ഉപാസനാമാർഗത്തിലോ തത്വജ്ഞാനത്തിലോ ഒക്കെ അഗ്രിമമായ പദത്തിലേക്ക് ഉയർന്നവരൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ശങ്കരാചാര്യന്മാരുടെ രചനകളെയൊക്കെ നമ്മൾ ശാങ്കരകൃതികൾ എന്ന് തന്നെയാണ് പറഞ്ഞു പോരുന്നത്. എങ്കിലും സ്വാമിയുടെ അഭിപ്രായം ചോദിച്ചു. ആ നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്, ദശോപനിഷത്തിനും ബ്രഹ്മസൂത്രങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യമെഴുതിയ ആചാര്യൻ്റെതല്ല സൗന്ദര്യലഹരി എന്നുള്ളതാണ്. അതുകൊണ്ടത് താഴുന്നില്ല, ഉത്കൃഷ്ടമായ കൃതിയാണ്. കാരണം ഉപാസനാശാസ്ത്രം, മന്ത്രശാസ്ത്രം അതൊന്ന് വേറെ തന്നെയാണ്. ശങ്കരാചാര്യരാണ് എഴുതിയതെന്നുള്ളത് കൊണ്ടൊന്ന് ശ്രേഷ്ഠമാവുന്നില്ല, ശങ്കരാചാര്യരല്ല എഴുതിയതെന്നുള്ളത് കൊണ്ടൊന്ന് നികൃഷ്ടമാകുന്നില്ല. അത്തരം കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഓരോ കൃതിയെയും നമ്മൾ അതിൻ്റെ ഉപക്രമ, ഉപസംഹാര, അപൂർവത തുടങ്ങിയ ലിംഗങ്ങളെ വെച്ച് പരിശോധിക്കണം. അങ്ങനെ ഷഡ്ലിംഗങ്ങളെ വെച്ച് നിരൂപണം ചെയ്യുമ്പോൾ അത്യുത്കൃഷ്ടമായ ഒരു മന്ത്രശാസ്ത്രമാണ് സൗന്ദര്യലഹരി, ഒരു ഉപാസനാശാസ്ത്രമാണ് സൗന്ദര്യലഹരി. അത് അത്യുത്കൃഷ്ടമാണ്. പക്ഷേ പ്രസ്ഥാനത്രയ ഭാഷ്യകാരൻ്റെത് അല്ല. ശങ്കരാചാര്യ എഴുതിയതല്ല എന്നൊന്നും പറയരുത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മഠത്തിലും എത്രയോ മഠാധിപതിമാരുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ശങ്കരാചാര്യന്മാരാണ്. അവരെല്ലാം വലിയ വലിയ വിദ്വാൻമാരും ഉപാസകന്മാരും ഒക്കെ ആയിരുന്നു. ആചാര്യസ്വാമികൾ 1200 വർഷം മുമ്പാണ് അവതരിച്ചതെന്നും അതല്ല ബുദ്ധൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും കാലഘട്ടങ്ങൾക്കിടയിലുള്ളൊരു കാലഘട്ടത്തിലാണ് അവതരിച്ചതെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. 1200 വർഷം മുമ്പാണ് അവതരിച്ചതെന്ന അഭിപ്രായം രസകരമായ മറ്റൊരു അഭിപ്രായത്തിലേക്ക് വഴിതെളിച്ചിട്ടുമുണ്ട്. ആ കാലയളവിൽ അറബികൾ കേരളത്തിൽ പായ്ക്കപ്പലുകൾ വഴി വരാൻ തുടങ്ങിയിരുന്നെന്നും അവരുടെ മതമായ ഇസ്ലാം മതത്തിൻ്റെ ഏകദൈവവാദത്തിൽ നിന്നാണ് ആചാര്യസ്വാമികൾക്ക് അദ്വൈത ദർശനം അവതരിപ്പിക്കാൻ പ്രചോദനം ലഭിച്ചത് എന്നുമാണ് ആ മഹത്തായ കണ്ടെത്തൽ. തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഇത്തരം അഭിപ്രായങ്ങൾക്ക് ഇരയായി പോകാതിരിക്കാൻ ഇത്തരമൊരു തുറന്ന വേദിയിലെ സ്വാമിജിയുടെ വിശദീകരണത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശാസ്ത്ര കുതുകികളെ സഹായിക്കും എന്നതിനാലാണ് ഈ വിഷയം വിശദീകരണത്തിന് സമർപ്പിക്കുന്നത്. ഒപ്പം ശങ്കരാചാര്യരുടെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ അഭിപ്രായവും അറിയാൻ താല്പര്യം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത സിദ്ധാന്തത്തെ ഉണ്ടാക്കിയത്, ശ്രദ്ധിക്കുക, ഉണ്ടാക്കിയത് ഇസ്ലാമിൽ നിന്നാണ്. ഈ ആശയം ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ നാരായണൻ പ്രസംഗിച്ചു. അതിനു മുമ്പ് ചില വിദ്വാൻമാർ എന്ന് പറയപ്പെടുന്നവരും ഇതെഴുതിപ്പെട്ടു. നോക്കൂ, ഇസ്ലാമിൽ വാസ്തവത്തിൽ അദ്വൈതമല്ല, അത് ഏകദൈവവാദമാണ്. ഏകദൈവവാദവും അദ്വൈതവും വിഭിന്നമാണ്. അദ്വൈതം ദൈവം ഒന്നാണെന്നല്ല പറയുന്നത്, ദൈവം ഒന്നാണെന്നുള്ളതല്ല അദ്വൈതം. ജീവനും ഈശ്വരനും ജഗത്തും ഒന്നാണെന്നാണ്. മറ്റത് ഏകദൈവവാദമാണ്. ശ്രദ്ധിക്കുക. അതുപോലും അറിയാത്തവരാണ്, എന്താണ് അദ്വൈതം എന്നുള്ളത് പോലും അറിയാത്തവരാണ് ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്നത്. ദൈവം ഒന്ന് എന്നുള്ളതല്ല അദ്വൈതം, അത് ഏകദൈവവാദം. അദ്വൈതം ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്ന് പലതില്ല. ഏകവും അദ്വൈതവുമായ സത്യമാണ്. സ്വയം പരിവർത്തിതമാകാതെ തന്നെ വിവർത്തത്താൽ പലതായി കാണപ്പെടുന്നത് എന്നുള്ളതാണ് അദ്വൈതത്തിൻ്റെ സാരം. വിവർത്തമെന്ന് പറഞ്ഞാൽ ഒന്നിൽ പരിവർത്തനം സംഭവിക്കാതെ പലതായി കാണപ്പെടുക എന്നുള്ളതാണ്. കാരണത്തിൽ പരിവർത്തനം വരാതെ വിവിധ കാര്യാകാരേണ ഭാസിക്കുക എന്നുള്ളതാണ് വിവർത്തം.
ശ്രദ്ധിക്കുക. എന്തൊരു കുത്സിതമായ ഉദ്ദേശം! എത്ര ദീർഘ വീക്ഷണത്തോടു കൂടിയ ഒരു പദ്ധതിയുടെ ഭാഗം! ലോകത്തിൽ ഏറ്റവും പ്രാചീനമായ സകല ദർശനങ്ങളുടെയും അടിസ്ഥാനമായുള്ളത് എന്ത് എന്നുള്ളതിലേക്ക് നാളെ അവതരിപ്പിക്കാൻ എന്തൊക്കെ ഇരിക്കുന്നുണ്ടോ അതിനുള്ള അടിസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞേ മതിയാവും. ശ്രദ്ധിക്കുക. 2, ശങ്കരാചാര്യരുടെ കാലഘട്ടത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. 1200 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആചാര്യസ്വാമികളുടെ കാലം. അതായത് ക്രിസ്തുവിന് ശേഷം 8ാം ശതകത്തിൽ, 7ാം ശതകത്തിൻ്റെ ഒടുവിൽ മുതൽ 8ാം ശതകത്തിൻ്റെ ആരംഭം വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ആചാര്യസ്വാമികളുടെ കാലഘട്ടം എന്നാണ് ഒരു പക്ഷം. മറ്റൊരു പക്ഷം അതല്ല, ക്രിസ്തുവിന് മുമ്പ് 4 ശതകങ്ങൾ ആ കാലയളവിലാണ്. അതായത് 2400ഓളം വർഷങ്ങൾക്ക് മുൻപ്, ശ്രീബുദ്ധൻ്റെ തൊട്ടടുത്ത നൂറ്റാണ്ടിൽ. ഇങ്ങനെ 2 പക്ഷങ്ങളാണ് ഇന്നുള്ളത്. കാഞ്ചി കാമകോടി മഠം, ജ്യോതിർമഠം എന്നിവ രണ്ടാമത് പറഞ്ഞതിനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പൊതുവെ സർക്കാർ ഇതിലും ഒക്കെ ആദ്യത്തേതാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ഗവേഷകന്മാരേറെയും ആദ്യത്തേതാണ് ആശ്രയിച്ചത്. അതുകൊണ്ട് ഇതിനൊരു നിശ്ചയം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് സ്വാമിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. ശങ്കരഭാഷ്യങ്ങളെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ പിന്നീട് ബൗദ്ധരിലുണ്ടായ സമ്പ്രദായ ഭേദങ്ങളെക്കുറിച്ച് പരാമർശമില്ല. ആദ്യകാലീന ബൗദ്ധ സമ്പ്രദായങ്ങൾ മാത്രമേ ഭാഷ്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. അവൈദിക ദർശനങ്ങളെ പറയുന്ന സന്ദർഭങ്ങളിൽ പോലും ക്രിസ്ത്യൻ മുസ്ലിം മതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അവൈദിക ദർശനങ്ങളെ പറയുന്ന സന്ദർഭത്തിൽ പോലും ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളെക്കുറിച്ച് ഒരിടത്തും പരാമർശമില്ല. സാഖ്യദർശനത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് ആദികാലീനമായ നിരീശ്വര സാഖ്യത്തെ മാത്രമേ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. പിന്നീട് വികസിച്ച സേശ്വര സാഖ്യത്തെ സൂചിപ്പിച്ചിട്ടില്ല. ന്യായദർശനത്തെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ ഒരിടത്ത് പോലും നവ്യന്യായം കടന്നു വന്നിട്ടില്ല ഭാഷ്യത്തിൽ. ഇത്ര തെളിവുകൾ മാത്രം വെച്ചാൽ മതി. ഒരു കാരണവശാലും 1200 കൊല്ലം മുമ്പല്ല, അതിനേക്കാളൊക്കെ എത്രയോ മുമ്പാണ് ഭഗവാൻ ഭാഷ്യകാരൻ്റെ കാലം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സുദൃഢമായ വിശ്വാസം, അഭിപ്രായം, മാന്യത ക്രിസ്തുവിന് മുമ്പ് ഒരു 4 ശതകം ആ കാലയളവാണ് ഭാഷ്യകാരൻ്റെത്. അതായത് ഇന്നേക്കൊരു 2000 ചില്ലുവാൻ കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇന്നേക്കൊരു 1200ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ശങ്കരാചാര്യർ ഉണ്ടായിട്ടുണ്ട്, വളരെ പ്രബലനും പ്രസിദ്ധനുമായ. അന്ന് മുതൽ ഇന്ന് വരെ ശങ്കരാചാര്യന്മാരുണ്ടല്ലോ. ആ ശങ്കരാചാര്യന്മാരിൽ ഈ ശങ്കര സമ്പ്രദായത്തിൽ പല ലോപങ്ങളും ദോഷങ്ങളും ക്ഷയങ്ങളും സംഭവിച്ച സമയത്ത് അതിനെ വീണ്ടും പുനരുദ്ധരിച്ചവനായിരിക്കാം ഒരു അഭിനവ ശങ്കരാചാര്യർ വളരെ പ്രബലനായിട്ടുണ്ടായിട്ടുണ്ട്. എന്നല്ല, ഈ അഭിനവ ശങ്കരാചാര്യർക്ക് കേരളത്തിൽ കൂടുതൽ പ്രവൃത്തി ഉണ്ടായിട്ടുമുണ്ട്. കേരളത്തിൽ ശാങ്കരമഠങ്ങളായി അറിയപ്പെടുന്ന പ്രസിദ്ധങ്ങളായ മഠങ്ങൾ, കേരളത്തിൽ ശാങ്കരമഠങ്ങളായി അറിയപ്പെടുന്ന പ്രസിദ്ധങ്ങളായ മഠങ്ങൾ ഈ അഭിനവ ശങ്കരാചാര്യരിൽ നിന്ന് വന്നതല്ലേ എന്നും ചിന്തിക്കേണ്ടതാണ്. സഖ്യാനന്ദ സ്വാമികളുടെ നിരീക്ഷണങ്ങൾ ഈ ദിശയിലാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. സഖ്യാനന്ദ സ്വാമികളുടെ ചരിത്ര പഠനങ്ങൾ വളരെ ശ്രദ്ധേയങ്ങളാണ്. ശ്രദ്ധിക്കുക. നല്ലപോലെ വിചാരം ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചവർ കാലം മാറി ജനങ്ങൾക്ക് ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് മതം മനുഷ്യനെ നന്നായി
നന്നാക്കുന്ന ഊന്നുവടിയാണ് എന്നും മാർക്സ് പറഞ്ഞിട്ടുള്ളതായി പ്രചരിപ്പിക്കുന്നു. ഒപ്പം ദേശാഭിമാനി പത്രത്തിലൂടെ ആധ്യാത്മിക ആചാര്യന്മാരെ ഭാരതീയ പാരമ്പര്യം പഠിപ്പിക്കുന്ന തരത്തിൽ ലേഖനങ്ങളും എഴുതുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേക്കുറിച്ച് സ്വാമിജിയുടെ സരസ പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നു. സരസ ഒന്നുമില്ല, പ്രതികരണമേ ഉള്ളൂ, സന്തോഷം മാത്രമാണ്, വേറൊന്നുമില്ല. ആരായാലും ഇന്നലെകളിൽ എത്ര തെറ്റ് പറഞ്ഞു പോയാലും ആ തെറ്റിനെ മുറുകെ പിടിക്കുകയല്ലല്ലോ വേണ്ടത്, തെറ്റ് തിരുത്തുകയാണല്ലോ വേണ്ടത്. ഇനി മാർക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞത് 100% ശരിയാണ്. കാരണം മാർക്സ് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു. മാർക്സിനറിയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പിടിച്ചടക്കി വയ്ക്കുകയും അങ്ങനെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഹിതവർഗം സാമാന്യ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ആ ചൂഷണത്തിലൂടെ ഉയർന്ന ഉന്നതമായ അരവനകളിൽ മാത്രം താമസിക്കുന്ന ഒരു വർഗമായി അവരുയരുകയും മറ്റുള്ളവർ പീഡിതരായും ദൈവത്തിനും സാമാന്യ ജനസമൂഹത്തിനും ഇടയ്ക്ക് മധ്യസ്ഥന്മാരായിട്ട് പുരോഹിതവർഗം നിലനിൽക്കുകയും ചെയ്യുന്ന മതവിഭാഗങ്ങളെക്കുറിച്ചാണ് കാറൽ മാർക്സ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹാനായ അദ്ദേഹം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മതത്തെ പറഞ്ഞു. 100% അത് ശരിയാണ്. കറുപ്പാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ എന്നാണ് നമ്മുടെ അഭിപ്രായം. അത്ര പറഞ്ഞാൽ പോരാ. കാരണം ഈ കറുപ്പ് കഴിച്ചാൽ ഒരു സ്ഥലത്ത് കൂടിക്കിടക്കുകയുള്ളൂ. മനുഷ്യനെ ഒരുതരം ഒന്നിനും കൊള്ളാത്തൊരു ജഡമാക്കി തീർക്കുന്നതാണ് ഈ മതങ്ങൾ, സംശയമൊന്നുമില്ല. നേരെ മറിച്ച് മാർക്സ് വൈദികമായ വേദാന്ത ചിന്താപദ്ധതിയെ പഠിച്ചിരുന്നെങ്കിൽ കേവലം സാമ്പത്തികമായ ഏകതയിലൂടെയോ സാമൂഹികമായ ഏകതയിലൂടെയല്ല, ആത്മീയമായ ഏകതയുടെ ആ ഔന്നത്യം കേവലം മനുഷ്യന്മാരിലുള്ള ഏകതയല്ല, സമസ്ത ജീവരാശിയിലുമുള്ള ഏകത്വം എന്നുള്ള ആ സിദ്ധാന്തത്തിൻ്റെ മുമ്പിൽ നതമസ്തകനാകുമായിരുന്നു. അതുകൊണ്ട് മുന്നോട്ട് കാലം പോകുമ്പോൾ ഇതിനെ തിരിച്ചറിയുന്ന ജനങ്ങൾ, പ്രസ്ഥാനങ്ങൾ ആധ്യാത്മികതയെ ആദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുന്നുവോ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തുറന്ന മനസ്സോടുകൂടി ആയിരിക്കണം, തുറന്ന മനസ്സോടുകൂടി ആയിരിക്കണം. അല്ലാതെ ആടിൻ്റെ കുപ്പായോട്ട് വരുന്നതാവരുത്. അത് തിരിച്ചറിയാൻ സർവർക്കും സാധിക്കുകയും വേണം. ഇപ്പോൾ ശരിയായ കാഴ്ചപ്പാടോടുകൂടിയാണെങ്കിൽ സ്വാഗതാർഹമാണ്, സന്തോഷപ്രദമാണ്. ഏതായാലും ഒരു വിഷയത്തിൽ സംശയമൊന്നുമില്ല. സാമാന്യ സമൂഹം, ചിന്തിക്കുന്ന സമൂഹം ഇന്ന് ആധ്യാത്മിക തത്വചിന്താ പദ്ധതിയിലേക്ക് അനുദിനം ആകൃഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം, പിടിച്ചടക്കി വയ്ക്കാൻ കഴിയാത്ത വിധം കൂടുതലായി ഇന്ന് സമൂഹം നമ്മുടെ ആധ്യാത്മിക വീക്ഷണങ്ങളിലേക്ക് ആകൃഷ്ടമായി പ്രവേശിക്കുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് കൂടുതലാകും. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. കേവലം വിശ്വാസത്തിൽ അവനെ തളച്ചിടാൻ കഴിയുകയില്ല എല്ലാ കാലത്തേക്കും. ശരി, തൽക്കാലം നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. തുടർന്ന് നാളെ കൃത്യസമയത്തിന്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.